പരിശുദ്ധ പരമമാ എന്നും പരിശുദ്ധ പരമമാ പരിശുദ്ധ പരമമാ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷിയുടെ വായിച്ചത് പറഞ്ഞത് ഒരു കുഞ്ഞിനെ അത് 14 വയസ്സായി 14 വയസ്സായിട്ടും ഗർഭപാത്രമില്ല. അപ്പം അമ്മയ്ക്ക് ഭയങ്കര കരച്ചിൽ. കാര്യം എന്താ, ഗർഭപാത്രം ഇല്ലെങ്കിൽ ഉള്ള അവസ്ഥ എന്താ, ഇങ്ങനെ നമുക്ക് സങ്കീർണങ്ങളും മനസ്സിലാക്കാൻ പറ്റാത്തവരുടെ ജീവിത അനുഭവ തലങ്ങൾ നിൽക്കുമ്പോൾ വിശ്വാസമാണ് നമുക്ക് ആശ്വാസം നൽകണത്. എന്താണ് വിശ്വാസം? നമ്മൾ എന്തു പറയും? കാണപ്പെടാത്തത് ഉണ്ട്. ഉണ്ട്. പിന്നെന്താണ്? പ്രത്യാശിക്കുന്നവ ലഭിക്കും. വിശ്വാസത്തിൻ്റെ റോൾ എന്താ? വാട്ട് ഇസ് ദ റോൾ ഓഫ് ഫെയ്ത്ത്? അത് കാണപ്പെടാത്തത് ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണ്ട പല സാധനങ്ങളും കൺമുമ്പിലില്ല. ഈ കൊടുത്ത പോയിന്റ്, നമുക്ക് വേണ്ട പല സാധനങ്ങളും കൺമുമ്പിലില്ല. പക്ഷെ നമ്മൾ ദൈവത്തെ കക്ഷി ചേർത്തുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു. ഇറ്റ് ഈസ് ദേർ. അതാണ് നമ്മൾ പറയണത് കർത്താവിൻ്റെ കൈകളിലെന്നാണ് നമ്മൾ പറയണത്. കാണപ്പെടാത്തത് നമുക്ക് ആവശ്യമുള്ളത് ഇപ്പം നമ്മുടെ കൺമുമ്പിലില്ല. പക്ഷെ നമ്മൾ പറയും, എന്ത് പറയും? കർത്താവിൻ്റെ കൈകളിൽ ഉണ്ട് എന്ന് പറയും. കാണപ്പെടാത്തത് ഉണ്ട് എന്ന് വെച്ചാൽ ബൈബിൾ ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ കൈകളിലുണ്ടെന്നാണ്. അതാർക്ക് കിട്ടും? പ്രത്യാശിക്കുന്നവർക്ക് ലഭിക്കും. പ്രത്യാശിക്കുന്നവർക്ക്. ഈ ശരിക്കും പറഞ്ഞാൽ വിശ്വാസത്തെ ആക്ടിവേറ്റ് ചെയ്യണത് ഈ പ്രത്യാശയാണ്. നമ്മൾ ഉടമ്പടി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ, നമ്മളെ പ്രത്യാശയെയും വിശ്വാസത്തെയും മെറ്റീരിയലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള എഫിഷ്യൻസിയാണ് ഉടമ്പടി കാഴ്ചവെക്കുന്നത്. അത് ഞാൻ വളരെ ലളിതമായിട്ട് പറയാം. ബുദ്ധിയുള്ളവരും കുറച്ചുകൂടി വിദ്യാഭ്യാസം കൂടുതലുള്ളവരും അച്ഛൻ ആദ്യം പറഞ്ഞ ഫോളോ ചെയ്യണം. രണ്ടാമത് പറയണത് അതിൽ താഴെ ഗ്രാസ്പിംഗ് പവർ ഉള്ളവർക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം എന്നത് കാണപ്പെടാത്തതുണ്ട്, നമ്മുടെ കയ്യിലില്ല, പക്ഷെ കർത്താവിൻ്റെ കയ്യിൽ അത് ഉണ്ട് അല്ലേ? ഇനി എന്ത് ചെയ്യണം? വിശ്വാസം എന്നത് കാണപ്പെടാത്തതുണ്ട്, പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പ്. ഈ പ്രത്യാശ ആരിലാണ്? ദൈവത്തിലാണ് പ്രത്യാശിക്കുന്നത്. ഈ പ്രത്യാശയ്ക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണത് എന്താണ്? ഈ നമ്മുടെ പ്രത്യാശയുടെ പ്രകടിപ്പിക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് വിശ്വാസം. പിന്നെന്താണ് വിശ്വാസം? അതാണ് ഈ പ്രാർത്ഥന. ഞാൻ ചില പ്രാർത്ഥനക്കാരെ ഞാൻ ശരിക്കും വഴക്കിടും. എന്താ കാര്യം? അവർ 60 വർഷമായാലും പ്രാർത്ഥന തന്നെയാണ് ഇൻസ്ട്രുമെൻ്റായിട്ട് കൊണ്ടു നടക്കുന്നത്. 60 വർഷമായാലും അവർക്ക് പ്രാർത്ഥന, അവർക്കതേ അറിയാൻ പാടുള്ളൂ. പക്ഷെ ഒരു മേജർ സബ്ജക്റ്റിനെ അഡ്രസ്സ് ചെയ്യാൻ പ്രാർത്ഥന ചിലപ്പോൾ പരാജയമായിരിക്കും. എന്താ കാര്യം? പ്രാർത്ഥന വർക്കൗട്ട് ചെയ്യണത് വിശ്വാസത്തിലാണ്. അത് ദൈവിക പുണ്യത്തിൻ്റെ ആദ്യ ഭാഗമേ ആകുന്നുള്ളൂ. രണ്ടാം ഭാഗം എന്താണ്? പ്രത്യാശയാണ്. മൂന്നാം ഭാഗം എന്താണ്? സ്നേഹമാണ്. മനസ്സിലായില്ലേ? ഈ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്നേഹം. അതായത് ചില വിശ്വാസം ചില വിഷയങ്ങൾ പ്രാർത്ഥനയാൽ പ്രവർത്തനക്ഷമമാകും. ഈ കൊണ്ട് ഒരു 10 ജപമാല ചൊല്ലിയാൽ പ്രവർത്തനക്ഷമമാകും. പ്രാർത്ഥനയാൽ പ്രവർത്തനക്ഷമമാകും. ചിലത് അതിനേക്കാൾ മേജറാണത് പ്രാർത്ഥന കൊണ്ട് നിൽക്കത്തില്ല. മനസ്സിലായില്ലേ? പിശാചിനെ പുറത്താക്കുന്ന കാര്യം പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് പിശാചിനെ പുറത്താക്കാൻ കഴിയാതിരുന്നതെന്ന് പറയുമ്പോൾ അതൊന്ന് വായിച്ചേ, ആ ഭാഗം ഒന്ന് വായിച്ചേ. കർത്താവ് താപോലിൽ നിറങ്ങുന്നില്ലേ? നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഇത് ഇത്തിരി പാടുള്ള പരിപാടിയാണ്. എന്നാലും അറിയണം, ഉടമ്പടിയിലൊക്കെ ഇങ്ങനെ 10 100 ധ്യാനം കൂടി എന്ന് പറയുമ്പോൾ ആദ്യത്തെ ധ്യാനം തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ വിശ്വാസത്തിന് ബാലപാഠങ്ങളിൽ കിടക്കും. ഉടമ്പടിയുടെ പുതുക്കൽ കൂടുന്നതനുസരിച്ച് കൊണ്ട് നിങ്ങൾ ഗ്രേഡ് വർദ്ധിക്കണം.
കപ്പാസിറ്റി വർദ്ധിക്കണം. അതായത് മത്തായി 17:19 വായിച്ചോളൂ. അനന്തരം ശിഷ്യന്മാർ തനിച്ച് യേശുവിനെ സമീപിച്ച് ചോദിച്ചു. എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത്? യേശു പറഞ്ഞു. ഇതിന്റെ പോക്ക് കണ്ടില്ലേ? അപ്പൊ കഴിയാത്ത കാര്യങ്ങൾ അപ്പോസ്തലന്മാർക്ക് വരെ ഉണ്ടെന്നർത്ഥം. അപ്പം നിങ്ങൾക്ക് കഴിയണില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അത് കാര്യമൊന്നുമില്ല. അപ്പോൾ കർത്താവിൻ്റെ കൂടെ നടന്നിട്ട് പോലും ചില കാര്യങ്ങൾ ചെയ്യാൻ അപ്പോസ്തലന്മാർക്ക് കഴിവില്ല. എന്തുകൊണ്ടാണ് കാര്യം? അതാണ് ഈ ഈ ഫസ്റ്റ് ലെവൽ ഫെയ്ത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ കഴിയത്തില്ല. ഉറപ്പല്ലേ? ഫസ്റ്റ് ലെവൽ ഫെയ്ത്ത് ഉപയോഗിച്ചാൽ ചില കാര്യങ്ങൾ അപ്പോസ്തലന്മാർക്ക് പോലും കഴിയത്തില്ല. എന്നിട്ട് ഈശോ പറയും, നിങ്ങളെ ഇങ്ങനെയുള്ള ഇതിൻ്റെ ഗ്രേഡ് കൂടിയ സംഭവമാണ്. ഈ ഗ്രേഡ് കൂടിയ സംഭവങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം പോരാതെ വരും. പിന്നെ എന്ത് ചെയ്യണം? പ്രാർത്ഥന വേണം. പിന്നെ എന്ത് ചെയ്യണം? ചിലത് പ്രാർത്ഥന കൊണ്ട് ശരിയാകത്തില്ല. എന്താ കാര്യം? ചില കയ്യെഴുത്ത് പ്രതികളിൽ പ്രാർത്ഥന കൊണ്ടല്ലാതെ കിടക്കുന്നുണ്ടെങ്കിലും ചില കയ്യെഴുത്ത് പ്രതികളിൽ കിടക്കണ എന്താണ്? അതായത് മൊബൈലിൽ കാണത്തില്ല അത്. അതായത് മത്തായി 17 ബൈബിളിലെ മത്തായി 17 അധ്യായത്തിൻ്റെ താഴെ ടിപ്പണിയിലുണ്ട്. അതായത് ഫുഡ് നോട്ടിലുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? ചില കയ്യെഴുത്ത് പ്രതികളിൽ 17 അധ്യായം 21 വാക്യമായി പ്രാർത്ഥനയും ഉപവാസവും വഴി അല്ലാതെ ഈ വർഗത്തെ പുറത്താക്കാനാവില്ല എന്ന് ചേർത്ത് കാണുന്നു. പ്രൈസ് ദി ലോർഡ്. ചില ബന്ധനങ്ങൾ അഴിക്കണമെങ്കിൽ പ്രാർത്ഥന മാത്രം പോരാ. പിന്നെന്ത് വേണം? ഉപവാസം വേണം. മനസ്സിലായില്ലേ? അതാണ് ഈ ഉടമ്പടിയിൽ ഉപവാസം ചേർത്തിരിക്കുന്ന കാര്യം. മേജർ കാര്യങ്ങളെ പൊക്കിയെടുക്കാൻ വേണ്ടിയാണ്, ബലം കിട്ടാൻ വേണ്ടിയാണ്. ഇപ്പം 5 കിലോ പൊക്കണമെങ്കിലും 10 കിലോ പൊക്കണമെങ്കിലും ഒരേ ബലം മതിയാണ്. 5ാം ക്ലാസ്സുകാരൻ ചിലപ്പോൾ 5 കിലോ പൊക്കും. പക്ഷേ 5 കിലോ അവന് 10 കിലോ അവന് പൊക്കേണ്ടി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പൊക്കത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? 10ാം ക്ലാസ്സുകാരൻ അവൻ്റെ ബോഡി വെയിറ്റ് 10ാം ക്ലാസ്സിൻ്റെ ശരീരപ്രകൃതിയുള്ള ആളിന് അത് പൊക്കാം. അപ്പോൾ വിശ്വാസം നമ്മുടെ നമ്മുടെ ശരീരത്തിൻ്റെ വയസ്സ് വളരണ പോലെ വിശ്വാസം വളരണം എന്നുണ്ടാകുന്ന നോക്കണം. നമ്മളെപ്പോഴും എൻ്റെ കൂടെ ആപ്പിള്ളി എന്നും പറഞ്ഞുകൊണ്ട് ഒരു ബ്രദറുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ അയാളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടും കൊന്തയെല്ലാം നിൽക്കും. സെമിനാരി ഇംഗ്ലീഷ് കൊന്ത. ഇപ്പോൾ കൊന്തയിലുള്ള സമയത്ത് ഈ ആപ്പിളിയുടെ കയ്യിലൊരു കൊന്ത ഉണ്ടാകും, എൻ്റെ കയ്യിലും കൊന്ത ഉണ്ടാകും. ഞാനിങ്ങനെ അച്ഛന്മാരെ പേടിച്ചും ദൈവത്തിനെ പേടിച്ചുമൊക്കെ കൊന്തയെല്ലാം വൃത്തിമേനയായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ആപ്പിളിൻ്റെ എന്ന് വെച്ചാൽ ആപ്പിളിൻ്റെ മെയിൻ പരിപാടി ഞങ്ങൾക്കവിടെ സെമിനാരി ബാസ്കറ്റ് കളിക്കാം, ഫുട്ബോൾ കളിക്കാം, അതുപോലെ തന്നെ കരാട്ടയ്ക്ക് പോകാം. എന്ത് വേണമെങ്കിലും വൈകുന്നേരം 5 മണിക്ക് 1 മണിക്കൂർ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഫിസിക്കലായിട്ട് എക്സസൈസിൻ്റെ ടൈമാണ്. ആപ്പിളിൽ ഇതൊന്നും പോകത്തില്ല. ആപ്പിൾ ജിംനേഷ്യത്തിലേ പോകത്തുള്ളൂ. ആ സമയത്ത് ആപ്പിളിൻ്റെ ജിംനേഷ്യത്തിലേ പോകത്തുള്ളൂ. അപ്പോൾ ആപ്പിൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് കുളിച്ച് കഴിഞ്ഞിട്ട് ഈ ജിംനേഷ്യത്തിൽ പോയിട്ട് വന്നിട്ട് കുളിക്കും. ശരീരം തണുത്ത് കഴിയുമ്പോൾ കുളിച്ച് വന്നിട്ട് ഞങ്ങളെല്ലാം പിന്നെ കൊന്തക്ക് കയറും. കൊന്തക്ക് കയറുന്ന സമയത്തെല്ലാം ആപ്പിളി ജിംനേഷ്യത്തിൽ ഇരിക്കുന്ന സമയത്ത് കണ്ണാടി വെച്ചുകൊണ്ട് ഏത് മസിലാണ് പൊങ്ങിയത്, ഏതാണ് താന്നത്, വയറിൽ എത്ര മസിൽ വന്ന്, 6 പാക്ക് വന്നാൽ ഇപ്പം 4 വന്നുള്ള 5 വന്നാന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. കണ്ണാടി നോക്കത്തില്ലേ? അതുപോലെ ഈ കൊന്തയിലുള്ള സമയത്ത് കണ്ണാടി നോക്കാൻ പറ്റത്തില്ലല്ല. കൊന്തയിലുള്ള സമയത്ത് ശരീരം ഇവിടം വരെ ഉടുപ്പിട്ടിരിക്കുകയല്ലേ. ആപ്പിൾ നോക്കണത് ഈ മസിൽ ചുട്ടി എന്നെ കാണിക്കും കൊന്തയിട്ടൊക്കെ. ഇതിനത് മസിൽ എന്നുവെച്ചാൽ എൻ്റെ കയ്യിൽ മസിലൊന്നും ഇല്ലല്ലോ. ആപ്പിളിൻ്റെ കയ്യിൽ 5-6 മസിലുണ്ട്. അതിങ്ങനെ ഡംബൽസ് പിടിച്ച് മസിലുണ്ടാക്കിയതാണ്. ഇപ്പോൾ നന്മ നിറഞ്ഞ പറയുന്നത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധ പറഞ്ഞ് ചെല്ലുമ്പോൾ ആപ്പിളി കൈ ചുട്ടി എന്നെ കാണിക്കും. നോക്കിയേ എത്ര മസിലായെന്ന് നോക്കി. എന്നാ പറ്റി? ആപ്പിളി ആ കൊല്ലം തന്നെ സെമിനാരിൽ നിന്ന് പോയി. അതാണ് വിഷയം. എന്നാലും ഞാൻ ആപ്പിളി എപ്പോഴും ഓർത്തിരിക്കും. ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ വലിയ വക്കീലാണ് പുള്ളി. കാരണം അദ്ദേഹത്തിൻ്റെ വിളി അതായിരുന്നു. പക്ഷേ ഞാനിവിടെ നിൽക്കുന്നു. അതാണ് വിഷയം. നമ്മളെങ്ങനെ ദൈവദിനത്തിനെ പെരുമാറുന്നത് അതനുസരിച്ചായിരിക്കും നമ്മളുടെ ഭാവിയെല്ലാം നിശ്ചയിക്കപ്പെട്ടത്. അപ്പോൾ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മനുഷ്യൻ പ്രാർത്ഥന ഇടക്ക് പോലും അയാൾ നോക്കിയത് മസിലെത്രണ്ണം കട്ട കൂടി എന്നാണ് നോക്കുന്നത്. അത് അയാൾക്ക് ആ ശരീരത്തെക്കുറിച്ച് അത്രയും ജാഗ്രതയുണ്ടല്ലോ.
ഇത്രയെങ്കിലും ജാഗ്രത നമുക്ക് പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് ഉണ്ടാകണം. ഓരോ ദിവസം ചെല്ലും തോറും നമ്മുടെ വിശ്വാസം വളർന്നതെന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. മനസ്സിലായില്ലേ? അയാൾ പ്രാർത്ഥനയിടക്ക് പോലും അയാളുടെ ശരീരം വളർന്നതെന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും നിങ്ങൾ പോയി സിനിമ കണ്ടാലും ശരി, അപ്പോഴും വിശ്വാസത്തെക്കുറിച്ച് നമുക്കൊരു ജാഗ്രത ഉണ്ടാകണം. ഇതിൽ വളരുന്നുണ്ടോ ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ, വയസ്സ് വളരുന്നതനുസരിച്ച് വിശ്വാസത്തിൽ വളർച്ച ഉണ്ടാകുവാൻ അങ്ങ് നൽകുന്ന വിഷയങ്ങളോട് സുവിശേഷ വിഹിതമായി പ്രതികരിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അതായത് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വിശ്വാസത്തിൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങളെയാണ്. നമ്മൾ ഉടമ്പടിയിൽ ഇപ്പം നേരത്തെ എന്താ പറഞ്ഞത്? വിശ്വാസം കേൾവിയിൽ നിന്നും, അല്ലേ എന്നല്ലേ പറഞ്ഞത്? അതേതാണ് വചനം? റോമ 10:17. വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നും. അതാണ് ഈ പ്രഥമ പാഠം എന്ന് പറയണത്. വിശ്വാസത്തിന്റെ പ്രഥമ പാഠമാണ്. ഇനി എന്താ പറയുന്നത്? വിശ്വാസം കേൾവി എന്ന് പറയുമ്പോൾ അറിവാണ്. മനസ്സിലായില്ലേ? വിശ്വാസം അറിവിൽ നിന്ന്, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൽ നിന്ന് കിട്ടിയാൽ കുറച്ച് നമുക്ക് ഈ അറിവ് വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റും. മനസ്സിലായി? വിശ്വാസം കേൾവി എന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വാസം ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗം എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവാണത്, അല്ലേ? അപ്പോൾ ബൈബിൾ വായിച്ചാലും ബൈബിൾ പ്രസംഗം കേട്ടാലും നമുക്ക് എന്താ സംഭവിക്കുന്നത്? യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് കിട്ടും, ഇല്ലേ? അങ്ങനെ വിശ്വാസം അറിവിൽ നിന്നും, ഇപ്പോൾ വിശ്വാസം അറിവിൽ നിന്നും, ഈ അറിവ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറിവ് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും, ഇല്ലേ? അത് ലെവലാണ്. പക്ഷെ പ്രാർത്ഥന കൊണ്ട് ചില കാര്യങ്ങൾ നടക്കത്തില്ല. അതിനെന്ത് ചെയ്യണം? ഉപവസിക്കണം. അതാണ് 17:21. പ്രാർത്ഥന കൊണ്ടും ചില ഗ്രേഡുകൾ, അതായത് ചില ബന്ധങ്ങൾ, ആ പിശാചിനെ ഉപേക്ഷിക്കാൻ ഒഴിപ്പിക്കാൻ പത്രോസിന് പോലും കഴിഞ്ഞില്ല. അപ്പോൾ അവർ ചോദിച്ച ഒരു പ്രോബ്ലം ഉണ്ടല്ലോ, കർത്താവിനോട് ചോദിച്ചേ, കർത്താവ് എൻ്റെ വിശ്വാസ വളർച്ചയിലൊരു പ്രോബ്ലം ഉണ്ട്, എന്തുകൊണ്ടാണ് ഞങ്ങൾക്കതിനെ ഒഴിപ്പിക്കാൻ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതിരുന്നത്? അപ്പം നിങ്ങൾ പല പ്രശ്നങ്ങൾ എഴുതിയിട്ടില്ലേ ഉടമ്പടിയിലെയും, ഇല്ലേ? ചിലത് നിങ്ങൾക്ക് നടക്കത്തില്ല. അതെന്താ കാരണം? അതാണ് അപ്പോസ്തലന്മാർ ചോദിക്കണത്, എന്തുകൊണ്ടാണ് ഞങ്ങൾക്കതിനെ ഒഴിപ്പിക്കാൻ കഴിയാതിരുന്നതുകൊണ്ട്? അപ്പോൾ കർത്താവ് എന്താ പറയണത്? നിങ്ങൾക്ക് വിശ്വാസം കുറവേ ഉള്ളൂ, അതാണ് കാരണം, അല്ലേ? അതിന് മറുപടി പറഞ്ഞത് എന്താണ്? 17:20. യേശു പറഞ്ഞു നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ. അപ്പോൾ എന്താ പ്രശ്നം? ഈ പ്രാർത്ഥനയിലൂടെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഫെയ്ത്ത്, അതായത് പ്രഥമ പാഠം എന്താണ്? വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠം എന്ന് പറഞ്ഞിട്ടില്ലേ? അതായത് അത് എത്രയാണ്? ഹെബ്രായർ എത്രയാണ്? 6. ഹെബ്രായർ 6:1 വായിച്ചേ. അതിനാൽ ക്രിസ്തുവിന്റെ വചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം. ഈ പ്രശ്നങ്ങൾ അധികരിക്കുന്നതിന്റെ ഉദ്ദേശം നമ്മളിങ്ങനെ ഫെയ്ത്ത് മച്യൂരിറ്റിയിലേക്ക് ദൈവം വളർത്തുകയാണത്. പിടികിട്ടിയേ? അല്ലാതെ ഇങ്ങനെ എന്തുകൊണ്ടാണ് വെച്ചിട്ട് പറയാം. ഇപ്പോൾ പണ്ട് വിജയകുമാർ സാർ എന്നോട് പറയുമായിരുന്നു, പ്രോബ്ലംസ് ആർ ഇൻ ക്യൂ എന്നാ പറയണത്. അതായത് ഓരോ ദിവസവും ഓരോ പ്രശ്നം ഉണ്ടാകും. എത്ര പ്രാർത്ഥനയ്ക്ക് കുഴപ്പമൊന്നുമില്ല, വിശുദ്ധ ജീവിതത്തിന് കുഴപ്പമില്ല, പക്ഷേ പ്രശ്നം ഒഴിഞ്ഞിട്ട് നേരം ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മളവർക്ക് അയ്യോ ഞാൻ ഇത്രയും പ്രാർത്ഥിക്കണമല്ലോ, എന്നിട്ട് എന്താണ് പിന്നെയും പ്രശ്നം തന്നെ? നമ്മളെന്താ ചെയ്യണത്? പിന്നെയും പ്രശ്നം ഉണ്ടാകാതിരിക്കാനാണ് നമ്മൾ ഈ ഉടമ്പടി എടുത്തിരിക്കുന്നത്. പിടിയിട്ടില്ലേ? നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? പിന്നെയും പ്രശ്നം ഉണ്ടാകാതിരിക്കാനാണ്. പക്ഷെ ചിലർ പറയും, അച്ഛാ നമുക്ക് ഈ പ്രാർത്ഥിക്കുന്നതോറും പ്രശ്നമാണല്ലേ അച്ഛാന്ന് ചോദിക്കും. ആ ചിലർക്ക് എങ്ങനെയാണ് അപ്പോൾ പ്രാർത്ഥിക്കാതിരിക്കണമല്ലേ നല്ലതെന്ന് ചോദിക്കും. അതാണ് അവർ ഉദ്ദേശിക്കണതേ. പ്രാർത്ഥിച്ചില്ല പിന്നെ പ്രശ്നമില്ലല്ല, പ്രാർത്ഥിക്കുമ്പോഴല്ലേ ഈ പ്രശ്നം ഉണ്ടാകണത്. ചിലർക്ക് പ്രാർത്ഥിക്കുന്നതോറും പ്രശ്നം ഉണ്ടാകും. അപ്പോസ്തലന്മാർക്ക് പ്രാർത്ഥിക്കുന്നതോറും പ്രശ്നം ഉണ്ടായി. എന്താ പ്രശ്നം ഉണ്ടായത്?
നേരത്തെ അവർക്ക് വിശക്കണ പ്രശ്നങ്ങളുള്ളു. അത് വലിയടത്ത് നോക്കി കട്ട് തിന്ന ചെയ്യുമ്പോൾ പത്രോസ് വരെ കണ്ടവൻ്റെ പുരയിടത്തിൽ നിന്ന് ഗോതമ്പ് കട്ടുന്ന പാർട്ടിയാണ്. അത് സാധാരണ മനുഷ്യരല്ലേ. അപ്പം അതുകൊണ്ട് അതൊന്നും ഈശോയ്ക്ക് അതൊന്നും പ്രശ്നമല്ലേ. പക്ഷേ അങ്ങനെയാണെങ്കിലും ആ ഒരു ഫെയ്ത്തിലൊന്നും അത് പുള്ളിക്ക് ഉപവാസം ഇല്ലാഞ്ഞിട്ടല്ല അങ്ങനെ ചെയ്തത്. അപ്പം ഈശോ എന്നാ പറയണത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇറ്റ്സ് ഓക്കെ, പക്ഷേ ഒരു ഗ്രേറ്റർ പ്രോബ്ലം വന്നാൽ നീ ഗോതമ്പ് കട്ടുന്ന തീരത്തില്ല പ്രശ്നം. കാര്യം എന്താണ്? ഉപവസിക്കുക തന്നെ ചെയ്യണം. പിടിയിട്ടില്ലേ? അപ്പോൾ നീതീകരിച്ചായിരുന്നു. ഈ ആ ഭാഗം ഒന്ന് എടുത്തേ. മത്തായി 12-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. മത്തായി 12:1. അക്കാലത്ത് ഒരു സാബത്തിൽ യേശു ഗോതമ്പ് വയലിലൂടെ കടന്നു പോവുകയായിരുന്നു. അവന്റെ ശിഷ്യന്മാർക്ക് വിശന്നു. അവർ കതിരുകൾ പറിച്ചു തിന്നാൻ തുടങ്ങി. ഫരിസേയർ ഇത് കണ്ട് അവനോട് പറഞ്ഞു, നോക്കൂ, സാബത്തിൽ നിഷിദ്ധമായത് നിന്റെ ശിഷ്യന്മാർ ചെയ്യുന്നു. അവൻ പറഞ്ഞു, വിശന്നപ്പോൾ ദാവീദും അനുചരന്മാരും എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവൻ ദൈവഭവനത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ തനിക്കോ സഹചരന്മാർക്കോ ഭക്ഷിക്കാൻ അനുവാദമില്ലാത്ത കാഴ്ചയപ്പം ഭക്ഷിച്ചതെങ്ങനെ? അല്ലെങ്കിൽ സാബത്ത് ദിവസം ദേവാലയത്തിലെ പുരോഹിതന്മാർ സാബത്ത് ലംഘിക്കുകയും അതേസമയം കുറ്റമറ്റവരായിരിക്കുകയും ചെയ്യുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ നിയമത്തിൽ വായിച്ചിട്ടില്ലേ? എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദേവാലയത്തെക്കാൾ ശ്രേഷ്ഠമായ ഒന്ന് ഇവിടെയുണ്ട്. ഇതിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിച്ചിരിക്കണേ. അതായത് ഇപ്പോഴും ഉപവാസത്തെ ഈശോ കോംപ്രമൈസ് ചെയ്യുകയാണ്. എന്താ കാര്യം? അവർക്ക് വിശന്ന് അവർ ഭക്ഷണം കഴിച്ചു. അവിടെ കയ്യില്ലായിരുന്നു. കണ്ട ഗോതമ്പ് പാടത്തൂടി പോകുമ്പോൾ അവിടുന്ന് സാപത്തിൽ നിന്ന് പോലും അവർ ഭക്ഷണം എടുത്ത് കഴിച്ചപ്പോൾ കർത്താവ് വിശപ്പിന് പ്രാധാന്യം കൊടുത്ത് ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷേ ഈ ഉപവാസം ഇല്ല. പക്ഷെ പുള്ളി അവർ ഉപവസിക്കണില്ല. പക്ഷെ ഉപവാസം ഇല്ലാതെ ഇങ്ങനെ തിന്ന് നടന്നാൽ ചില സമയത്ത് അത് ഓക്കെ ആകത്തില്ല. അതുകൊണ്ടാണ് പിശാച് ബാധനെ കൊണ്ടുവരുന്നത്. പിടിയിട്ടില്ലേ? ഈ ഗോതമ്പ് കണ്ടവൻ്റെ വീട്ടിൽ നിന്ന് വരെ ഗോതമ്പും കണ്ടതിൽ നടന്ന പാർട്ടി ഒരു മേജർ പ്രോബ്ലം വന്നാൽ ഇവർ ജപ അടിക്കേണ്ടി വരും. പക്ഷെ അവരെന്നിട്ട് ആ പിശാച് ബാധന ഇവരെ മണ്ണും കുത്തി എറിഞ്ഞിട്ട് ഓടിച്ചു കളഞ്ഞു. ഇവരോടി. പിശാച് ബാധന ഓടിയില്ല, ഇവരോടി. അവർക്ക് വലിയ ക്ഷയമായി. ഉപവാസത്തിൽ നിങ്ങൾ ഉപവാസം ഉടപ്പിയ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ക്ഷയമുണ്ടാവും. എന്താ കാര്യം? ഒരു മേജർ പ്രോബ്ലം വരണതിൻ്റെ ഉദ്ദേശം നിങ്ങൾ ഉപവസിച്ച് ബലം പ്രാപിക്കാൻ വേണ്ടിയാണ് വരണത്. അപ്പോൾ അപ്പോസ്തലന്മാർ വന്ന് ചോദിച്ചു. അതെവിടെയാണ് ചോദിച്ചിരിക്കണേ? മത്തായി 17:19. അനന്തരം ശിഷ്യന്മാർ തനിച്ച് യേശുവിനെ സമീപിച്ച് ചോദിച്ചു, എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത്? യേശു പറഞ്ഞു, നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ. അപ്പോൾ ഈ ഉപവാസത്തിൽ സ്കൾക്കിങ് ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? അല്പവിശ്വാസമാണെന്ന് മനസ്സിലായില്ലേ? ഇപ്പം ഇതിങ്ങനെയാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഉപവസിക്കണില്ല, ഉഴപ്പി. അപ്പോൾ നിങ്ങൾ പറയാം, ആൾക്ക് 60 വയസ്സായി, എനിക്ക് ഉപവസിക്കേണ്ട കാര്യമില്ല എന്ന് പറയും. ഒരാൾ പറയാം, എനിക്ക് രോഗമാണ്, സഭ പറഞ്ഞിട്ടുണ്ട് രോഗികൾക്ക് ഉപവസിക്കേണ്ട കാര്യമില്ലെന്ന്. അപ്പോൾ എന്തെങ്കിലും മുട്ടായി വിത്തിയൊക്കെ എടുത്തിട്ട് മുടന്തന്യായം പറഞ്ഞിട്ട് നമ്മൾ ഉത്തരവാദിത്തം സ്കൾക്ക് ചെയ്യും. അതിൻ്റെ കാര്യം എന്താണ്? എന്തുകൊണ്ടാണ് ചെയ്യാൻ പറ്റാവന്? അല്പവിശ്വാസമാണ്. ചില ഉടമ്പടി എടുക്കുന്നുണ്ട്, പക്ഷെ ഉപവസിക്കണില്ല. അതിൻ്റെ കാര്യം എന്താ? അപ്പോൾ നിങ്ങൾക്ക് മേജർ പ്രോബ്ലത്തെ കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അതിനെ ബഹിഷ്കരിക്കാൻ കഴിയാതിരുന്നത്? ഇപ്പോൾ കർത്താവ് എന്താ പറയണത്? 17:21. അതായത് പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടല്ലാതെ നിങ്ങൾക്കതിനെ ബഹിഷ്കരിക്കാൻ കഴിയുകയില്ല. അപ്പോൾ ഉപവാസം രംഗത്ത് വന്ന് കർത്താവ് 12:17
മത്തായി 12 കോംപ്രമൈസ് ചെയ്ത ഉപവാസം ഇപ്പം എന്താണ് മസ്റ്റായിട്ട് വന്നു. 4ാം ക്ലാസ്സിൽ പഠിക്കേണ്ടെന്ന് പറഞ്ഞ് വിട്ട ലെസനാണ്, പക്ഷേ എപ്പോഴായാലും പഠിക്കാതെ പറ്റത്തില്ല. 10ാം ക്ലാസ് ആയപ്പോൾ ആ ലെസൺ വീണ്ടും ചോദിച്ചു. 4ാം ക്ലാസ് ആയതുകൊണ്ടാണ് അത് പഠിക്കേണ്ടെന്ന് പറഞ്ഞത്, അത് നിനക്ക് തലേ കയറത്തില്ലെന്ന് പറഞ്ഞത്. പക്ഷെ പഠിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഉപവാസത്തെ നമുക്ക് സ്കൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇനി എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഉപവാസവും പ്രാർത്ഥനയെന്ന് പറയുമ്പോഴും വരുന്നൊരു വിശ്വാസം എന്ന് പറയണത്, പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ വിശ്വാസം കൊണ്ടല്ലേ ആൾക്കാർ പ്രാർത്ഥിക്കണത്. പിന്നെ എന്താണ് ഉപവസിക്കണത്? എന്താണ്? പ്രത്യാശിച്ച ആൾക്കാരെല്ലാവരും ഉപവാസത്തോടെയാണ് കർത്താവിനെ കാത്തിരുന്നത്. മനസ്സിലായില്ലേ? ഇപ്പം മാതാവൊക്കെ എന്ത് ഉപവാസത്തിൻ്റെ ആൾക്കാരാണ്. എല്ലാ ചേടത്തിമാരും എല്ലാ സ്ത്രീകളും കർത്താവ് ദൈവപുത്രൻ അവിടെ ഉദരത്തിൽ ജനിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഉപവസിച്ചുകൊണ്ടിരുന്നതാണ്. ഉപവാസം എന്ന് പറഞ്ഞാൽ കാത്തിരിപ്പാണ് ഉദ്ദേശിക്കുന്നത്, പ്രത്യാശയാണ്. മനസ്സിലായില്ലേ? ഉപവാസം എന്ന് പറഞ്ഞാൽ എന്തിനാണ് നമ്മൾ ഉപവസിക്കുന്നത്? പ്രത്യാശയുടെ പ്രകടന രൂപമാണ് ഉപവാസം. അല്ല പട്ടിണി നിന്നിട്ട് നമ്മൾ വയറും കുഞ്ഞിട്ട് കർത്താവ് ഞാൻ കട്ടപ്പെട്ട കണ്ടില്ല കർത്താവ്, ഈ ത്യാഗങ്ങളും കണ്ട് കർത്താവ് എന്നെ എന്തെങ്കിലും സഹായിക്കും, അതിനല്ല ഉദ്ദേശിക്കുന്നത്. ഉപവാസം എന്ന് പറയുന്നത് പ്രത്യാശ എന്ന പുണ്യം ആക്ടിവേറ്റ് ചെയ്യണം. നമ്മൾ ആദ്യം പ്രാർത്ഥിച്ചു അല്ലേ? പ്രാർത്ഥന എന്താണ്? വിശ്വാസം എന്ന പുണ്യമാണ് പ്രാർത്ഥനയിലൂടെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണത്. ഉപവാസം എന്താണ്? പ്രത്യാശ എന്ന പുണ്യം നമ്മൾ ആക്ടിവേറ്റ് ചെയ്യും. കാരണം എന്താണ്? പിതാക്കന്മാർ എല്ലാവരും പ്രാർത്ഥിച്ച് ഉപവസിച്ചുമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ കാത്തിരുന്നത്. ഇന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥന എന്താണത്? വിശ്വാസത്തിൻ്റെ പ്രകടരൂപം പ്രാർത്ഥന. ഉപവാസം എന്താണത്? പ്രത്യാശയുടെ പ്രകടരൂപം. നമ്മൾ ഉപവസിച്ച് എന്താ അർത്ഥം? നമ്മൾ പട്ടിണി നിന്നിട്ട് ദൈവത്തിന് കിട്ടാനാ? ദൈവത്തിന് കിട്ടണത് നമ്മൾ ആ വിഷയത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നു. കർത്താവിൽ നമ്മൾ പ്രത്യാശ അർപ്പിക്കുന്നു. അതിന് പകരം അത് കർത്താവിൽ നമ്മൾ പ്രത്യാശ അർപ്പിക്കുന്നുവെന്ന് ദൈവത്തോട് പറയാൻ വേണ്ടിയാണ് നമ്മളെന്ത് ചെയ്യണത്? ഉപവസിക്കണത്. പേടിയാ? അപ്പോൾ ഉപവസിക്കണത് എന്തിനാണ്? പ്രത്യാശ എന്ന പുണ്യം. ഇപ്പം നമ്മൾ ജപമാല പ്രാർത്ഥിക്കുമ്പോൾ എന്താ? ഞങ്ങൾ പ്രത്യാശ എന്ന പുണ്യം ഉണ്ടായി നിരത്തിക്കുവാനോട് അപേക്ഷിക്കണമേ. അതുതന്നെയാണ് നമ്മൾ ഉപവസിച്ചുകൊണ്ട് ദൈവത്തോട് പറയുന്നത്. എന്താണ്? ഞാൻ ഉപവസിക്കുന്നു. കാര്യം എന്താണ്? നിന്നിലുള്ള എൻ്റെ പ്രത്യാശയെ ഞാൻ പ്രകടിപ്പിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പം ഇപ്പോൾ ഓരോ പ്രോബ്ലംസിനും കറസ്പോണ്ടായിട്ടുള്ള മെഷീനറിയാണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പം ചില സ്ക്രൂ ഒക്കെ തിരിക്കാൻ സ്ക്രൂ ഡ്രൈവർ ഒരു 8ൻ്റെ സ്ക്രൂ തന്നെ സ്പാനർ എടുക്കുമ്പോൾ 8ൻ്റെ സ്പാനർ എടുത്തതെന്ന് പറയത്തില്ലേ? അപ്പോൾ അത് 8ൻ്റെ തിരിച്ച് കഴിഞ്ഞാൽ അത് തിറങ്ങും. ചിലത് പറയും ഇത് 8ൻ്റെ പിടിക്കണില്ല 14ൻ്റെ എടുക്കാൻ പറയും. അപ്പോൾ മെക്കാനിസ്റ്റുകളുടെ ഉടനെ 14ൻ്റെ എടുത്ത് കൊടുക്കും. അപ്പോൾ 14 ഇട്ട് തിരിക്കും. അപ്പോൾ ചിലത് പ്രാർത്ഥന കൊണ്ട് നടക്കത്തില്ല, 8ൻ്റെ കൊണ്ട് നടക്കത്തില്ല. പിന്നെ എന്ത് ചെയ്യും? ഉപവാസം കയറ്റിവിടും 14ൻ്റെത്. ചിലത് 14ൻ്റെ കൊണ്ട് നടക്കത്തില്ല. ചില ഡ്രില്ലർ കൊണ്ടുവന്നിട്ട് തിരിക്കേണ്ടി വരും ആ സാധനം. അതിനാണ് സ്നേഹം എന്ന് പറയണത്. വിശ്വാസം അറിവ് കൊണ്ട് വിശ്വാസത്തിന് ആദ്യ നിലവാരം പ്രഥമ പാഠങ്ങൾ എന്തിനുള്ളതാണ്? പിന്നിടാൻ വേണ്ടിയുള്ളതാണ്, തള്ളിക്കളയാൻ വേണ്ടിയുള്ളതാണ്. അവിടെ 90 വയസ്സ് വരെ പ്രഥമ പാഠം കടിച്ചതും കിടക്കരുത്. 90 വയസ്സായി ഇപ്പോഴും വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠമാണ്. എന്താ പ്രശ്നം? നിങ്ങൾ ഈ ഭൗതിക അനുഗ്രഹങ്ങൾ മാത്രം ആഗ്രഹിച്ചാണ് ഇത് കർത്താവിൽ വന്നിരിക്കണമെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ സാത്താൻ ഭക്ഷണത്തിന് പോയില്ലേ? അവരെയൊക്കെ അറിയാം ഈ ജീവിതം മാത്രമേ അവനെയൊക്കെ ഉള്ളെന്നറിയാം. അതുകൊണ്ട് സാത്താനെങ്കിൽ സാത്താൻ, കള്ളനോട്ടെ, കരിഞ്ചന്ത. അപ്പോൾ അവിടെ പോയാൽ പിന്നെ പ്രാർത്ഥന പോലും ആവശ്യമില്ല. പോക്കൃത്തിനേക്കാളും ജീവിക്കാം. 5 പെണ്ണുങ്ങളെ 10 പെണ്ണുങ്ങളെ ഉപയോഗിക്കാം, 10 ആണുങ്ങളെ ഉപയോഗിക്കാം, എത്ര വേണമെങ്കിൽ ഡൈവേഴ്സ് ചെയ്യാം. നമുക്ക് ബിസിനസ് വളർന്ന് സാത്താനടുത്ത് വരുമ്പോൾ ഈ ഉപവാസവും ഇല്ല, പ്രാർത്ഥനയും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. വൃത്തികെട്ട എല്ലാത്തരം പരിപാടിയും കാണിച്ചാലും ശരി, അതനുസരിച്ചുകൊണ്ട് ഭൗതിക ഉയർച്ച ഉണ്ടാകും. അതുകൊണ്ടാണ് ബൈബിൾ പറയണത്. ഈശോ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ്? ഡു യു വാണ്ട് ടു ഗോ? നിങ്ങൾക്കും പോകണമെന്ന് ഉണ്ടോ? എപ്പോഴും നമ്മളോട് നമ്മുടെ സിലബസ് വലുതാക്കിക്കൊണ്ട് കർത്താവ് ചോദിക്കുന്ന കാര്യം എന്താണ്? നിങ്ങൾക്കും പോകണമെന്നുണ്ടോ? അപ്പോൾ എപ്പോഴും അതൊരു ചോദ്യമാണ്. അപ്പോഴേ കുറേ പേര് പോകും അല്ലേ? അതെടുത്തേ 6:63 എടുത്തേ യോഹന്നാൻ്റെ സുവിശേഷം. കട്ടിയാക്കി കർത്താവ് സിലബസ് കട്ടിയാക്കും.
പിതാക്കന്മാരെ പോയി മരുഭൂമി വെച്ച് മഞ്ഞ ഭക്ഷിച്ചു, അതുപോലെ ഈ അപ്പം ഭക്ഷിക്കുന്ന നിത്യം ജീവിക്കാൻ ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരം തന്നെയാണ്. അപ്പോൾ എൻ്റെ ശരീരം തന്നെയാണെന്ന് പറയുമ്പോൾ സിലബസ് കട്ടിയായി. അവർ ചോദിക്കും, ഇയാളുടെ ശരീരം, ഇയാൾ യൗസേപ്പിൻ്റെ മകനല്ലേ, മറിയമല്ലേ ഇയാളുടെ അമ്മ, ഇയാളുടെ ശരീരം നമ്മളെങ്ങനെ ഭക്ഷിക്കണത്, ഇതെന്നാ വർത്താനം ചോദിക്കും. കഠിനമാണെന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരിട്ട് സിലബസ് കഠിനമാക്കും, വിശ്വാസത്തിൻ്റെ വിഷയം കഠിനമാക്കും. വിശ്വാസത്തിൻ്റെ വിഷയം കഠിനമാക്കുമ്പോൾ എൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് വന്നതിൻ്റെ അർത്ഥം വിശ്വാസത്തിൻ്റെ വിഷയം കഠിനമാകും. അപ്പം അതിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് എന്താണ്? ഇനി പക്വതയാണ് വളരണം. അടയാളമില്ലാത്ത കാലം അമ്മയോടൊപ്പം എന്ന് പറഞ്ഞ് എനിക്കൊരു പുസ്തകമുണ്ട്. അതായത് പക്വതയ്ക്ക് വളരുമ്പോൾ പിന്നീട് ആ ഒരു ഭാഗം എടുത്ത് യോഹന്നാൻ 6:67. യോഹന്നാൻ 6:67. യേശു 12 പേരോടുമായി ചോദിച്ചു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? അപ്പം നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ കൊടയും. എൻ്റെ അർത്ഥം എന്താ? ഇട്ടും പോടാന്നതിൻ്റെ അർത്ഥം ഇനിയുള്ള പാഠം നിങ്ങൾ നിൽക്കണമെന്നില്ല, കാര്യം ഇതിൽ കട്ടിയാണ്. കർത്താവിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അതാണ്. പ്രഥമ പാഠങ്ങൾ പിന്നിടുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഡ്രൈനെസ് തോന്നും. നമ്മൾ ഇപ്പോൾ കുറേ പ്രാർത്ഥിക്കുന്നു, ചില സമയത്തൊക്കെ ആത്മീയ വരൾച്ച തോന്നും. അച്ഛന്മാർക്കൊക്കെ എപ്പോഴും തോന്നും. കാര്യം അവർ കടകടാന്നിങ്ങനെ വളരണ കാരണം വളർച്ചയുടെ ഘട്ടത്തിൽ ഭയങ്കരമായിട്ട് അയ്യോ ദൈവം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു പോകും. അതിനെ കുഴപ്പമില്ല, വിശുദ്ധന്മാർക്കും തോന്നിയായിരുന്നു, ജോൺ ഓഫ് ദി ക്രോസിനും തോന്നിയായിരുന്നു. അയാൾ പറഞ്ഞത് ഡാർക്ക് നൈറ്റ് ഓഫ് ദി സോൾ എന്ന് പറയും, ആത്മാവിൻ്റെ രാത്രി. ദൈവത്തെക്കുറിച്ച് ഒരു പിടിയും കിട്ടണില്ല. ഇത്രയും നാൾ ജീവിച്ചു, ഭയങ്കര വിശുദ്ധിയോട് ജീവിച്ചു. പക്ഷെ ചില സമയത്ത് ലെഫ്റ്റ് ഇൻ ദി എയർ, ദൈവം ഉണ്ടോ എന്ന് പോലും സംശയമാണ്. വളർച്ചയുടെ പാഠങ്ങൾ. അപ്പോൾ ട്രാൻസിഷൻ പീരീഡിൽ എപ്പോഴും ഇതുപോലെ വാക്കംനെസ് ഉണ്ടാവും. അതായത് നമ്മൾ വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ. ഇപ്പം നിങ്ങൾ ആദ്യം എന്താ ചെയ്യണത്? അറിവും പ്രാർത്ഥനയും. അതിൻ്റെ പാഠം കഴിഞ്ഞിട്ട് ഉപവാസവും പ്രത്യാശയും, ഇല്ലേ? അതിൻ്റെ പാഠവും കഴിഞ്ഞു പോകും. ഇനി എന്താണ്? പ്രാർത്ഥനയും കൊണ്ട് ഉപവാസം കൊണ്ട് നിൽക്കാത്ത കാര്യങ്ങൾ വരും. 17:21 എന്താ പറയണത്? പ്രാർത്ഥന കൊണ്ട് ഉപവാസം കൊണ്ട് മാത്രമേ ഇവറ്റകൾ പുറത്തു പോകത്തുള്ളൂ. ഇനി പ്രാർത്ഥന കൊണ്ട് ഉപവാസം കൊണ്ട് നിൽക്കാത്ത കാര്യം വരും. അതിനാണ് ഈ പുള്ളിക്കാരൻ കമന്നൊക്കെ വീഴണത്. കണ്ടില്ലേ? ഗെത്സെമനി കമന്ന് വീഴുകയാണ്. പ്രാർത്ഥന കൊണ്ട് നിൽക്കണില്ല അവിടെ, പിന്നെ ഉപവാസം കൊണ്ട് നിൽക്കണില്ല. ആൾ രണ്ടും പ്രാർത്ഥന കഴിഞ്ഞ് ഉപവാസം കഴിഞ്ഞ് വരികയാണ് ആള്. ആദ്യം പെസഹായ്ക്ക് പോലും ആൾ ഉപവാസത്തിലായിരുന്നു. അത് കഴിഞ്ഞ് ഗെത്സെമനി പ്രാർത്ഥനയായിരുന്നു. പെസഹ കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു. മൊത്തം പ്രാർത്ഥന ഉപവാസമാണ്. പക്ഷെ നിൽക്കണില്ല. ഇനി എന്താണ് വിശ്വാസത്തിലേക്ക് വരണത്? പ്രാർത്ഥന ഉപവാസം കൊണ്ട് നിൽക്കണില്ല. അപ്പം ക്രിസ്തു എന്താ ചെയ്തത്? കവന്ന് വീണ്. എന്നിട്ട് എന്താ പറഞ്ഞത്? അതിനാണ് പൗലോസ് പറയണത്, ഈ ഒരു വിശ്വാസ വളർച്ചയിൽ ആദ്യ കാലങ്ങളിൽ നമ്മൾ പ്രാർത്ഥന കൊണ്ട് നടക്കും. പിന്നെ വിഷയം കുറച്ചുകൂടി കട്ടിയായി കഴിയുമ്പോൾ പിന്നെ പ്രാർത്ഥനയും ഉപവാസം വേണ്ടിവരും. ചില സമയത്ത് പ്രാർത്ഥനയും ഉപവാസം കൊണ്ടും നിൽക്കത്തില്ല. എന്താ കാരണം? ചില കാര്യങ്ങൾക്ക് പ്രാർത്ഥന കൊണ്ടും പറ്റത്തില്ല, ഉപവാസം കൊണ്ടും പറ്റത്തില്ല. ചില ആൾക്കാർ പറയും ഞങ്ങൾ 33 വിശ്വാസപ്രമാണം ചൊല്ലി എന്നൊക്കെ പറഞ്ഞാലും അതൊക്കെ ഈ പ്രഥമ പാഠങ്ങളാണ്. അതിൻ്റെ അടുത്ത പാഠം പ്രത്യാശയുടെയാണ്, ഉപവാസമാണ്. അപ്പോൾ ചില ആൾക്കാർ പറയും ഞാൻ 33 ദിവസം ഉപവസിച്ചെന്നൊക്കെ പറയും. ചിലപ്പോൾ അതിൽ നിൽക്കത്തില്ല. ക്രിസ്തുവിലല്ലേ വളരണത്. ക്രിസ്തുവിൽ വളരുന്ന അനുസരിച്ച് കൊണ്ട് ഇതുപോലുള്ള ചില കാര്യങ്ങളിൽ ഘട്ടം ഘട്ടമായിട്ട് വളർച്ച ഉണ്ടാകുമ്പോൾ എന്തു ചെയ്യും? ആദ്യം വിശ്വാസത്താൽ അതായത് അറിവ് കൊണ്ട് വിശ്വാസമൊക്കെ ഉണ്ടാകും. വിശ്വാസം കൊണ്ട് അതുപോലെ തന്നെ പ്രാർത്ഥനയൊക്കെ ഉണ്ടാകും. പ്രാർത്ഥനാ ജീവിതം, പിന്നെ ഉപവാസമുണ്ട്, പിന്നെ എന്താണ്? അതായത് വിശ്വാസം, പ്രത്യാശ, പിന്നെ എന്താ ഉള്ളത്? സ്നേഹമെന്നും സംഭവമുണ്ട്. അതാണ് ഗലാത്യർ 5:6. സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസം. ഉടമ്പടി അതാണ്. അത് മനസ്സിലാക്കണം, അല്ലാതെ വല്ലതൊക്കെ കാണിച്ചു വെക്കരുത്. ഉടമ്പടി പ്രഥമ പാഠങ്ങൾ പിന്നിട്ട സംഭവമാണ്. വിശ്വാസത്തിൻ്റെ നിലവാരം കഴിഞ്ഞു, പ്രാർത്ഥന കൊണ്ടും കഴിഞ്ഞു. അതാണ് മേജർ പ്രോബ്ലംസ് അഡ്രസ് ചെയ്യാൻ ഉടമ്പടിയെ പറ്റത്തുള്ളൂ. എന്താ കാര്യം? ഉടമ്പടി എന്താണ്? ഉടമ്പടി ഗലാത്യർ 5:6. അതെന്താണ്? അറിവ് കൊണ്ടല്ല അവിടെ വർക്കൗട്ട് ചെയ്യണം, വിശ്വാസം കൊണ്ടല്ല. പിന്നെ എന്താണ്? സ്നേഹം കൊണ്ടാണ്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ദൈവിക പുണ്യങ്ങളെ ഈ ഗെത്സെമനി വരുമ്പോൾ ഈശോ പ്രകടിപ്പിക്കുന്നത് എന്താണ്? സ്നേഹമാണ്. എന്താണ്? എല്ലാം അപ്പാനെ വിളിച്ച് അപ്പാക്ക് വേണ്ടി ജീവിച്ചൊക്കെ നടന്നെങ്കിലും സമയത്ത് അപ്പ കാല് മാറി, അപ്പായെ കാണാനില്ല.
അപ്പോൾ എലോയ് ലമാ സബക്താനി എന്ന് പറഞ്ഞ് കരയും. കരഞ്ഞിട്ട് എന്ത് ചെയ്യും? സ്നേഹം എല്ലാം വിശ്വസിക്കുന്നു. അപ്പം അങ്ങനെ പോകത്തില്ല. അപ്പ ഇവിടെ എവിടെയെങ്കിലും ഉണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്നെ കാണാത്തതാണ്. അതാണ് എൻ്റെ ഇപ്പോഴത്തെ പാഠം. അതുകൊണ്ട് പറയും ഐ കമൺ മൈ സ്പിരിറ്റ്. അത് ഭയങ്കര സംഭവമല്ലേ? അതാണ് ക്രിസ്തു കടന്നുപോയ വഴികൾ. ക്രിസ്തു ആണ് നമ്മുടെ സബ്ജക്റ്റ്. അപ്പം ക്രിസ്തു കടന്നുപോയെന്ന വഴികൾ അനുസരിച്ച് കൊണ്ട് നമ്മുടെ ജീവിതാനുഭവങ്ങളെ നമ്മളെ ക്രിസ്തു കേന്ദ്രീകൃതമായിട്ട് വേണം ജീവിതാനുഭവങ്ങളെ വിലയിരുത്താൻ. മനസ്സിലായില്ലേ? അല്ലാതെ നിങ്ങളീ കഞ്ഞി ആൾക്കാരായിട്ട് നടക്കരുത്. വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിടാൻ വേണ്ടിയുള്ളതാണ്. ഓരോരോ ഉടമ്പടി പുതുക്കി കഴിയുമ്പോഴും വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ അടുത്ത ഘട്ടം പിന്നിടണം. ഇവർ നീല ഉടമ്പടിയോടും വളർന്നിട്ടില്ല. അത് ഭയങ്കര സംഭവമാണത്. ഇവരിപ്പോഴും പണ്ട് പേരക്കിടങ്ങൾക്ക് ആനയാണ് കൂനയെന്നൊക്കെ പറഞ്ഞത് കരഞ്ഞു കൂപ്പി പണ്ട് പച്ച ഉടമ്പടി എടുത്ത കാലത്ത് എന്താണ് ഇവർ പറഞ്ഞത്, അത് ആ നിലവാരം തന്നെ ഈ പണ്ടാരത്തിന് ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് ഇനി കാണുമ്പോൾ തന്നെ എനിക്ക് വിറയും. കർത്താവിനെ പണി കൊടുക്കാൻ വേണ്ടി രാവിലെ വണ്ടിയും കയറി വന്നിരിക്കണമെന്ന്. എന്നിട്ട് ഇവർ വളരണില്ല, ഇവർ വളർന്നിട്ടില്ല. സംഭവം ഈ വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ അടുത്ത് വരത്തില്ല. എൻ്റെ അടുത്തല്ല, ദൈവത്തിൻ്റെ അടുത്ത് പോലും നമ്മൾ ചെല്ലത്തില്ല. എന്താ കാര്യം? അക്കാലങ്ങളിൽ നിങ്ങൾ എന്നോടൊന്നും ചോദിക്കത്തില്ല. Take the word of God. Hallelujah, 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 hallelujah. യോഹന്നാൻ 16:23. യോഹന്നാൻ 16:23. അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. അപ്പം അതാണ് വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് ഒരാൾ പക്വതയിലെത്തി കഴിഞ്ഞാൽ എല്ലായിടത്തും ഓടി ദൈവത്തിൻ്റെ അടുത്ത് വരത്തില്ല. എന്താണ്? അപ്പ ഇവിടെ ഉണ്ടെന്നുള്ളത് എന്നെ കൈവിട്ട പോലെ എനിക്ക് തോന്നണത്, ബട്ട് ഐ സ്റ്റിൽ ബിലീവ് ഇൻ. എന്താണ്? എൻ്റെ വിശ്വാസം ഇപ്പോൾ വർക്കൗട്ട് ചെയ്യണത് കേൾവിയിൽ നിന്നൊന്നുമല്ല, പിന്നെ എന്താണ്? പ്രത്യാശയിൽ നിന്നുള്ള വിശ്വാസം വർക്കൗട്ട് ചെയ്യണത് സ്നേഹം കൊണ്ടാണ്. സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസമായതുകൊണ്ട് എന്ത് ചെയ്യും? 1 Corinthians 13:7 വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ അത് വളർച്ചയുടെ പ്രഥമ പാഠം പിന്നിട്ട് കഴിഞ്ഞാൽ പക്വതയേക്കല്ല വളരണത്. അപ്പോൾ പക്വത എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഈ 1 Corinthians 13:7. സ്നേഹം സകലതും സഹിക്കുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നു. ഇതാണ് വിഷയം. അതായത് ആ കുരിശിൽ സംഭവിക്കണ ഇതാണ്. ഏലോയ് ഏലോയ് ലമാ സബക്താനി എന്ന് ഈശോ ചോദിക്കത്തില്ലേ? അപ്പം നീ എന്നെ കൈവിട്ടോന്ന് ചോദിക്കണില്ലേ? എന്നിട്ട് എന്താ പറയണത്? അതായത് അവിടെ ഈശോയുടെ ഉപവാസം കഴിഞ്ഞു, പ്രാർത്ഥന കഴിഞ്ഞു, ഉപവാസം കഴിഞ്ഞു. പക്ഷേ ദൈവം കൈവിട്ട പോലെ ആയിപ്പോയി. പ്രാർത്ഥിച്ചിട്ട് നിന്നില്ലല്ല. പ്രാർത്ഥന നിന്നോ? പിന്നെ എന്താണ്? പിന്നെ ഇത് ഈശോ ഉപവസിച്ചു. കഴിക്കുന്ന ഈ ഒടുക്കത്തെ താഴത്തിൽ ഇരുന്നുകൊണ്ട് 10 ദിവസം പറയുന്നുണ്ട് കഴിക്കണില്ലേ എന്ന് പറയും. അപ്പോൾ ഈശോ പറയും എനിക്കിന് ഉപവാസമാണ്, നാളെ ഈ സമയത്ത് അപ്പായുടെ കൂടെ മേശപ്പുറത്ത് പെസഹ ഞാൻ കഴിക്കും സ്വർഗീയ എഴുന്നേശാരയിലെന്ന് പറയും. എന്നിട്ട് അവൻ എഴുന്നേരുന്നിട്ട് ഭയങ്കരമായൊരു സ്വസ്ത്രഗീതം ആലപിക്കും. എല്ലാവരും കൈയടിച്ച് സ്തുതിച്ച് പുറത്തു പോകും. കുറച്ച് കഴിയുമ്പോൾ അവൻ താഴെ വീഴും. എന്താ കാര്യം? ഇത്രയും പ്രാർത്ഥന ഉപവാസം ഉണ്ടെങ്കിലും അവന് അഭിമുഖീകരിക്കേണ്ട വിഷയത്തെ കൈകാര്യം ചെയ്യാൻ ഈ പ്രാർത്ഥനയ്ക്ക് ഉപവാസത്തിനും പറ്റണില്ല. അതാ വിഷയം. ആ വീണുപോയി. ആ വീണിട്ട് പിന്നെ അവൻ്റെ കയ്യിൽ നിന്നെല്ലാം വിട്ടുപോകണുണ്ട്. അവൻ ലോകത്തിൻ്റെ പാപത്തിൻ്റെ ശാപത്തിന് വേണ്ടി സ്വയം ഏറ്റെടുത്തപ്പോൾ അതിൻ്റെ വേദനയും നീറ്റലും എല്ലാം അവൻ അനുഭവിച്ചു. അവൻ കുറിച്ച് തൂങ്ങി തർക്കപ്പെട്ട് അപ്പോൾ അവന് സങ്കടമായി. പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടും ഇതിനെ കുരിശിനെ അതിജീവിക്കാൻ പറ്റണില്ല. അപ്പോൾ എന്ത് പറഞ്ഞു? ഏലോയ് ലമാ സബക്താനി, എന്താണ് നീ എന്നെ ഉപേക്ഷിച്ചത്? അപ്പോൾ പരിശുദ്ധാത്മാവ് വിട്ടുപിരിയാതെ എന്നിട്ട് പറഞ്ഞു, അപ്പയല്ലേ ഇപ്പം നീ കാണാതിരിക്കാനുള്ള, ഇനി 1 മിനിറ്റ് കഴിയുമ്പോൾ ഞാനും കൂടി പോകാൻ അപ്പ എനിക്ക് ആ കമാൻഡ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും പോകാൻ പോവുകയാണ്. നീ ഒരു പണി ചെയ്യണം. സ്നേഹം എല്ലാം വിശ്വസിക്കുന്നു. അപ്പ ഇവിടെ ഉണ്ടെന്ന് നീ വിശ്വസിക്കണം. എന്നിട്ട് നീ അപ്പായിക്ക് നിൻ്റെ ആത്മാവിനെ ഏൽപ്പിക്കണം. ഉടനെ അവൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് ഇറങ്ങിപ്പോവുകയും ആ ഒറ്റ വാക്ക് ആ സമയത്ത് അവൻ പറഞ്ഞുകൊണ്ടിരുന്ന് ഐ കമൺ മൈ സ്പിരിറ്റ്. എന്നിട്ട് അവൻ തല വലത്തേക്ക് ചായച്ചു, ജീവൻ സമർപ്പിച്ചെന്ന് പറയും. ഇതാണ് സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസം. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഇതിൻ്റെ വിഷയം എന്ന് പറയണത് ഉടമ്പടി എപ്പോഴും ടാർഗറ്റ് ചെയ്യുമ്പോൾ അതെന്താണ്? ഉടമ്പടി എന്താണ്? സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസത്തിലേക്കുള്ള യാത്രയാണത്. അപ്പം അതുകൊണ്ട് എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ
നമ്മളുടെ പ്രാർത്ഥന പോരാതെ വരും, ഉപവാസം പോരാതെ വരും. മനസ്സിലായില്ലേ? എന്താ കാര്യത്തിൽ ഇപ്പോൾ ഒരു പിശാച് ബാധിതനെ കർത്താവ് ഉയർപ്പിച്ചല്ല, അല്ല അവനെ വിടുവിച്ചേ. അപ്പോൾ പിശാച് ബാധിതൻ പറഞ്ഞേ, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴെന്താ ഈശോ പറഞ്ഞത്? നീ എൻ്റെ കൂടെ വരണ്ട, വീട്ടിൽ പോടാന്ന് പറഞ്ഞു. എന്താ കാര്യം? അവന് കർത്താവിൻ്റെ കൂടെ വരാനുള്ള ഇവാഞ്ചലിസ്റ്റ്, ഈ സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ചിലത് കർത്താവിൻ്റെ കൂടെ നടക്കത്തില്ല. കർത്താവിൻ്റെ കൂടെ നടന്നാൽ നടക്കാനുള്ള യോഗ്യത ലഭിക്കത്തില്ല. കർത്താവിനോട് നടക്കുന്നതല്ല, നടക്കാനുള്ള യോഗ്യത ലഭിച്ചില്ല. ഇപ്പം ചില സൗഖ്യങ്ങളൊക്കെ നമുക്ക് കിട്ടും, വിടുതൽ കിട്ടും. അതുകൊണ്ട് ക്രിസ്തു നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന, ക്രിസ്തുവിനെ പരിചരിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന ഒന്നും വിശ്വസിക്കരുത്. അത് വേറെ ഇൻസ്ട്രുമെൻറ്റാണ്. അതാണ് ആ പിശാച് ബാധനെ അയാൾക്ക് വലിയൊരു അനുഗ്രഹമാണ് ചെയ്തത്. ഇത്രയും നാൾ അയാളെ പിശാച് കെട്ടിയിട്ടിരിക്കുകയായിരുന്നു, ഒന്ന് കൈയും കാര്യം കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. അയാളെ കർത്താവ് അഴിച്ചു വിട്ടു, ഭയങ്കര അനുഗ്രഹം കിട്ടി അയാൾക്ക്. പക്ഷേ അയാൾ കർത്താവിനോട് പറഞ്ഞു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും. അപ്പോൾ പറഞ്ഞ് അതിന് വേറെ സ്കൂളാണ്, അതിനവിടെ പഠിക്കേണ്ടി വരും, ഇപ്പം തൽക്കാലം വീട്ടിൽ പോകാൻ പറഞ്ഞു. എത്ര അനുഗ്രഹം കിട്ടിയാലും എത്ര വലിയ സാക്ഷ്യം പറഞ്ഞാലും ഈശോ പറയും തൽക്കാലം വീട്ടിൽ പോകാൻ പറയും. എന്താ കാര്യം? ക്രിസ്തുവായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതിന് വേറെയാണ് വിഷയം. അതിന് ഈ പ്രോസസ്സിംഗ് ഉണ്ട്. എല്ലാ കാലവും വയറ്റിപ്പഴപ്പിന് വേണ്ടി ക്രിസ്തുവിൻ്റെ കൂടെ നടന്നാൽ നമുക്ക് ഒത്തിരി കാലം നടക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു വന്ന ഭാഗം, ഒരു പിശാച് ബാധിതനെ കർത്താവ് ഒഴിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ആ പിശാച് ബാധിതൻ ഈശോനോട് പറയും, ഞാൻ നിന്നെ അനുഗമിക്കാമെന്ന് പറയും. അപ്പോൾ ഈശോ പറയും, നീ വീട്ടിൽ പോയി കർത്താവ് നിന്നോട് ചെയ്ത കാര്യങ്ങൾ അവരോട് പറയണം. അതാണ് ഇവാഞ്ചലൈസേഷൻ എന്ന് പറയണത്. അപ്പോൾ മനസ്സിലായില്ലേ? ലൂക്ക 8:38-39. ലൂക്ക 8:38-39. പിശാച് ബാധയൊഴിഞ്ഞ ആ മനുഷ്യൻ അവന്റെ കൂടെ ആയിരിക്കാൻ അനുവാദം ചോദിച്ചു. എന്നാൽ അവനെ തിരിച്ചയച്ചുകൊണ്ട് യേശു പറഞ്ഞു, നീ വീട്ടിലേക്ക് തിരിച്ചുപോയി ദൈവം നിനക്ക് ചെയ്തതെന്തെന്ന് അറിയിക്കുക. ഇതാണ് ഒരു പ്രശ്നം. അതായത് പ്രാർത്ഥന, ഉപവാസം. പിന്നെ എന്താ ഉള്ളത്? പ്രാർത്ഥന ഉപവാസം കഴിഞ്ഞാലും ഇനി പിശാച് ബാധ വരെ ഒഴിഞ്ഞു പോയാലും പിന്നെയും നമ്മൾക്ക് മേജർ മിറക്കിൾസ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും അടുത്ത സിലബസ് എന്ന് പറയുന്നത് എന്താണ്? സുവിശേഷവൽക്കരണമാണ്. മനസ്സിലായില്ലേ? ഉടമ്പടിക്കൊപ്പം വളരണ്ടേ? നിങ്ങളുടെ പേപ്പറിൻ്റെ കളർ മാറ്റിയിരിക്കണത് എന്തിനാണ്? അങ്ങനെ കളർ മാറ്റാൻ കാര്യം നിങ്ങളുടെ ഗ്രേഡ് നിശ്ചയിക്കുകയാണ്. പച്ച, പിന്നെന്താണ് നീല, പിന്നെന്താണ് വെള്ള, പിന്നെന്താണ് സിൽവർ ഗ്രേ. ഇനി ഇന്ദ്രനീലമുണ്ട്, കൊടുത്തിട്ടില്ല, കൊടുക്കും. ഇവാഞ്ചലിസ്റ്റ് മാത്രമേ ഇന്ദ്രനീലം കൊടുക്കത്തുള്ളൂ. അത് അങ്ങനെ ഒരാളെ കണ്ടെത്തണം നമ്മൾ. എന്താ വിഷയം എന്ന് പറയണത്? ഈ ഉടമ്പടി പുതുക്കുന്നവർ ശ്രദ്ധിച്ച് കേൾക്കണം ഈ ക്ലാസ്സുകൾ. അതായത് ആ പച്ചയുടെ കാലം കഴിയുമ്പോൾ പ്രഥമ പാഠം പിന്നിട്ടു. പിന്നെ എന്താണ്? പക്വതയിലേക്കുള്ള വളർച്ചയാണ്. പിന്നെ എന്താണ്? അവിടെ ഉപവാസത്തിനാണ് പ്രാധാന്യം വരണത്. ആദ്യം പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം, പിന്നെ ഉപവാസത്തിന് പ്രാധാന്യം, പിന്നെ വെള്ള വന്നു കഴിഞ്ഞാൽ സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസം. ഗലാത്യർ 5:6 അവിടെ വർക്കൗട്ട് ചെയ്യണത്. ആ സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസത്തിൻ്റെ ഇടയ്ക്ക് വെച്ച് ആബ്സൻസ് ഓഫ് ഗോഡ് സംഭവിക്കും. ദൈവത്തിന് കാണത്തില്ല. നമ്മൾ തലകുത്തി നിന്ന് പ്രാർത്ഥിച്ചാലും ദൈവത്തിന് ഒരു ദൈവാനുഭവം നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഈ സമയത്ത് നടക്കാൻ പഠിക്കണം, ഇരുട്ടിൽ നടക്കാം. ഇതിപ്പോൾ നമ്മുടെ ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഈ ഇരുട്ടിൽ നടക്കണമെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഈ ആദ്യം പ്രാർത്ഥനാ ജീവിതം, പിന്നെ ഉപവാസ ജീവിതം, ഇതെല്ലാം മിക്സഡാണേ. അങ്ങനെ നമ്മൾ വളർന്ന് വചനം കേട്ട് വളർന്ന് അനുഭവങ്ങൾ കിട്ടി, അതിനെ റെസ്പോണ്ട് ചെയ്ത് നമ്മൾ കർത്താവിൻ്റെ അനുഭവം പ്രാപിച്ച് വളർന്ന് നമ്മൾ നല്ല പക്വതയായി കഴിഞ്ഞാലും കുറേ സമയത്ത് പിന്നെ പറയും, നീ ഇങ്ങനെ എൻ്റെ കൂടെ. ചില ആൾക്കാരുണ്ടല്ലോ ഒരു പണിക്കും പോകാതെ കർത്താവിൻ്റെ കൂടെ. ഇപ്പം ഞാനൊരു ആളെ എടുക്കണമെങ്കിൽ ഞാൻ നോക്കണം, വീട്ടിൽ നിന്നെക്കുറിച്ച് എന്ത് പറയണമെന്ന് ചോദിക്കും ഞാൻ. വീട്ടുകാർക്ക് എല്ലാ പ്രകൃതവും അറിയാം നിങ്ങളുടെ. അതുകൊണ്ട് ഒരാളെക്കുറിച്ച് വീട്ടുകാരെന്ത് പറയുന്നു എന്നുള്ളതാണ് അവരാൾ സുവിശേഷം സ്വീകരിച്ചോ ഇല്ലെന്ന് അറിയണത്. വീട്ടുകാർക്ക് നിങ്ങളെക്കുറിച്ചുള്ള അസസ്മെൻ്റ് എന്താണ്? നിങ്ങളുടെ കക്ഷത്ത് ബൈബിളുണ്ട്, കൈ കൊന്തമുണ്ട്, കാണുമ്പോഴൊക്കെ നിങ്ങൾ തുറന്നു നോക്കുന്നുണ്ട്, ഓരോ കാര്യം പറയുന്നുണ്ട് നിങ്ങൾ. പക്ഷേ വീട്ടുകാർക്ക് അസസ്മെൻ്റ് എന്താണ്? അതാണ് നിങ്ങളുടെ സ്റ്റാറ്റസ് എന്ന് പറയണത്. അതാണ് നിങ്ങൾ. ഇപ്പം ഇവനെന്താ പറയണത്?
കർത്താവിനോട് പറഞ്ഞു എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന്. അപ്പം ഈശോ പറഞ്ഞ് അങ്ങനെ അത്രയും നീ വളർന്നിട്ടില്ല, നീ ആരാണെന്ന് അറിയാൻ വേണ്ടി വീട്ടിൽ ചെന്ന് നോക്കാൻ പറയും. വീട്ടിൽ നിന്ന് പറയാൻ പറഞ്ഞു. വീട്ടിലുള്ളവരോട് നീ സുവിശേഷം ജീവിച്ച് നോക്ക്, എന്നിട്ട് തിരിച്ചു വരാൻ പറയും. ഏറ്റവും സുവിശേഷം ജീവിക്കാൻ പാടെ എവിടെയാണെന്ന് അറിയാവാ? നമ്മുടെ വീട്ടിലാണ്. പള്ളിയിലും സഭയിലും പോലും പ്രശ്നമില്ല. സുവിശേഷം ജീവിക്കാൻ ഏറ്റവും പാട്. അതുകൊണ്ടാണ് നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളെ വിശ്വസിക്കാത്തത്. പലരെയും നിങ്ങൾ പ്രാർത്ഥനയൊക്കെ കാണുമ്പോൾ ഉടമ്പടിയൊക്കെ പോകുമ്പോൾ അവർ ചിരിക്കണില്ലേ ചിലർ? കാര്യം എന്താ, ഇത് പാക്കനാർ എന്താണ് ഞാൻ പറഞ്ഞില്ല, എന്ത് സംഭവമാണ്, പാക്കനാരൊരു കായും കൊണ്ട് പോയായിരുന്നല്ല, ആ ചുരക്കായും കൊണ്ടുപോയി. അപ്പോൾ പാക്കനാർ കാശിക്ക് പോവുകയാണ്. അപ്പോൾ ഭാര്യ പറഞ്ഞ് അയാളെപ്പോഴും ഭയങ്കര ചൂടനാണ്, ഭയങ്കര എപ്പോഴും കടുത്ത, അവർക്ക് സൗകര്യമില്ല. അപ്പോൾ എന്നിട്ടൊക്കെ ഇയാളെ കാശിക്ക് പോകാൻ നേരത്ത് പെണ്ണും പിടിയാക്കൊണ്ട് പാര വെച്ച് കൊടുത്തത്. അത് ഞാൻ പോകുമ്പോൾ ആ ചുരക്കായും കൊണ്ട് പോയിക്കോ, എന്നിട്ട് എല്ലാ വെച്ച് തൊഴിലണ എല്ലാ അമ്പലക്കുളത്തിലും ചുരക്കായ് നിങ്ങൾ കുളിച്ച് പൊങ്ങുമ്പോൾ ചുരക്കായും മുക്കി പൊക്കാൻ പറയും. അപ്പോൾ ഭാര്യ പറഞ്ഞതല്ലേ, ഏലും കുളിക്കണ കാര്യമല്ലേ, അമ്പലക്കുളത്തിൽ ശുദ്ധീകരണ കാര്യമല്ലേ, നല്ല കാര്യം എന്ന് പറഞ്ഞാൽ പക്കനാർ ചുരക്കായും കൊണ്ടുപോയി കാശി വരെ കണ്ട കുളത്തിലെല്ലാം കുളിച്ച് അവിടെ എല്ലാം വെച്ചമ്പലത്തിലെല്ലാം തൊഴുത് ചുരക്കായും മുക്കിയെടുത്ത് തിരിച്ചു കൊണ്ടുവന്ന് പെണ്ണുമ്പളെ കൊടുത്ത്. അപ്പോൾ അത് കരുതി കറി വെക്കുകയും ചെയ്ത്. കറി വെച്ച് കഴിഞ്ഞപ്പോൾ അത് മാത്രമായിട്ട് കറി വെച്ച്. അപ്പം പാക്കനാർ ഈ പെണ്ണുമ്പോഴോട് തന്തൊക്കെ വിളിച്ച് ഇതെന്തൊരു കൈക്കളല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അതന്നെ, നിങ്ങൾ വേറെ മാറ്റമൊന്നുമില്ല, കാശിക്ക് പോയെന്നേ ഉള്ളെന്ന്. കാശിക്ക് പോയെന്നേ ഉള്ളൂ. ഈ ചുരക്കാട് അവസ്ഥ തന്നെയാണ് നിങ്ങൾക്ക് ഉള്ളതെന്ന്. ഇതുപോലെ ഒരു പ്രോസസ്സിങ് നമുക്കറിയണം. എനിക്കത് എന്നെ കുറെ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ഈ ഒരാൾ എന്തിനും പറയുമ്പോഴേ അത് എന്താണ് പറയണമെന്നല്ല ഞാൻ എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് പറയണത്, എന്തുകൊണ്ട് പറയണമെന്നാണ്. അതവിടെ അരൂപിയുടെ പ്രശ്നമാണ്. അപ്പോൾ ഇവർ കള്ളത്തരം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, വേറൊരു കാര്യമാണ് പറയണമെന്നുള്ളതുകൊണ്ട് അതെനിക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ സാധാരണ ശരിക്കും ചൂടാവും. അപ്പോൾ ഈ കുറേ നാളെ കൂടെ നടക്കുന്നവർ ചോദിക്കുവേ, സത്യം പറഞ്ഞ അച്ഛന് ഈ മാതാവിനെ കണ്ടെങ്കിൽ പിന്നെ പാകപ്പെട്ട് സൗമ്യമായിട്ട് കിടക്കേണ്ടതല്ലേ? നമുക്ക് സൗമ്യമായിട്ട് നമ്മൾ ശാസിക്കേണ്ട സമയത്ത് ശാസിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പോലും വഴിതെറ്റി വളഞ്ഞു പോകും. ശാസിക്കേണ്ട സമയത്ത് തെറ്റ് കാണുമ്പോൾ അത് ശാസിക്കണം. പക്ഷേ അതിൻ്റെ പേരിൽ അത് വിശ്വാസത്തിൻ്റെ വിഷയമായിട്ട് എടുക്കരുത്. വിശ്വാസത്തിൻ്റെ വിഷയമാണത്, പക്ഷേ അതിനെ വെച്ച് അസസ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ഒരാളെ. അപ്പം അതുകൊണ്ട് നിങ്ങൾ പറയരുത് വീട്ടിൽ പോകുമ്പോൾ എല്ലാം ക്ഷമിക്കണം, അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉടമ്പടിയിലാണ്, അതുകൊണ്ട് വായി നാക്കിടരുത് പുറത്തെടുക്കരുതെന്ന് പറഞ്ഞൊരു കാര്യമില്ല. നിങ്ങളുടെ മക്കൾ ചിലപ്പോൾ കഞ്ചാവ് വലിച്ച് അവൻ്റെ ഉടുപ്പ് കഴുകാൻ എടുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ കഞ്ചാവ് ഇരിക്കണത്. അപ്പം തന്നെ കൈ കിട്ടിയ സാധനം കണ്ടിട്ട് തലക്കെട്ട് അടിക്കണം. അപ്പം തന്നെ എന്താ കാര്യം? അമ്മയ്ക്ക് അടിക്കാൻ അധികാരമുണ്ട്, അമ്മയ്ക്ക് പ്രായമില്ലല്ല. കാര്യം അത്രയും അധികാരം വേറെ ആർക്കും ഇല്ല. കാര്യം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻ്റ് അല്ലേ അത്. അപ്പം അമ്മ ഉള്ളിടത്തോളം കാലം എത്ര പേരാണ് വിശുദ്ധിയോട് ജീവിക്കണത്? ആരെങ്കിലും ഇന്ന് വെടിപ്പും മെനയോടെ ജീവിക്കുന്നുണ്ട്, ഒരു കാര്യം അവരുടെ അമ്മയാണ് അതിൻ്റെ കാരണം. കാര്യം അമ്മയുടെ ശാസനയിലും കാര്യം അമ്മയ്ക്കൊരു ഗുണമുണ്ട്, അമ്മ എത്ര ഉപദ്രവിച്ചാലും അമ്മയുടെ സ്നേഹത്തെ അവിശ്വസിക്കത്തില്ല മക്കൾ. എന്താ കാര്യം? ആ സ്നേഹം അവർ അനുഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അമ്മയുടെ സങ്കടം കൊണ്ടാണ് അടിക്കണമെന്നേ മക്കൾ വിചാരിക്കത്തുള്ളൂ. കാര്യം ദൈവം കഴിഞ്ഞാൽ പിന്നെ അമ്മയേ ഉള്ളൂ, അത് കഴിഞ്ഞാണ് അച്ഛനുള്ളത് വിശ്വാസ പഠനങ്ങളിൽ. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഉടമ്പടി എടുത്തും പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാം കൂടി ഉറിയക്കരി ഇരുന്നിട്ട് അവസാനം മക്കൾ പോക്കിരിത്തരങ്ങാണ്ട് ജീവിക്കുന്ന കുറേ ആൾക്കാരില്ലേ. കുറേ വിശുദ്ധന്മാരും ഭക്തന്മാരുടെയും മക്കൾ വഴിപിഴച്ചവരാണ്. എന്താ കാര്യം? അവർ വിശുദ്ധി കീപ്പ് ചെയ്യാൻ വേണ്ടി വാഗം മിണ്ടാ പ്രാണികളായിട്ട് നടന്നിട്ട് മക്കൾക്ക് അവരുടെ അത് തരമായിട്ട് എടുത്തിട്ട് അവർക്ക് അവരുടെ ഇഷ്ടം പോലെ അവർ ജീവിക്കും. അത് ഞാൻ ഇടവക കണ്ട കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം ഇതാണ്. ഈ ഉടമ്പടിയുടെ വിഷയത്തിൽ നമ്മൾ വിഷയവും വിശ്വാസ വളർച്ചയും വളരെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കാരണം വിശ്വാസം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ ഘട്ടം ചെല്ലുമ്പോഴും നമ്മൾക്ക് വളർച്ച ഉണ്ടാകണം, വളർച്ച രേഖപ്പെടുത്തണം. വളർച്ച രേഖപ്പെടുത്താത്തത് കൊണ്ടാണ് അതേ വിഷയം റെക്കർ ചെയ്യണത്. നമ്മളത് പഠിച്ചതാണ്, നമ്മൾ ആ വിഷയം വന്ന് ഇന്ന നിലപാട് എടുക്കത്തുള്ളൂ എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നീട് കർത്താവ് ആ വിഷയം മാറ്റിയിട്ട് വേറെ സബ്ജക്റ്റ്. ഒരു കാര്യം വ്യക്തമാണ്, ആ സമയത്ത് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കത്തില്ല എന്ന് പറയണ വിശ്വാസത്തിൻ്റെ 3-ാം തലമുറയാണ്. എന്താ കാര്യം? എൻ്റെ കർത്താവിന് എന്നെക്കുറിച്ച് എല്ലാം അറിയാം, ദൈവം അറിഞ്ഞുകൊണ്ടാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മയെപ്പോലെ ഞാൻ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതാണ് അവിടെ ഈ വിശ്വാസത്തെ, പ്രവർത്തനക്ഷമമായ വിശ്വാസത്തിൻ്റെ ആൾരൂപമാണ് അമ്മ. എന്താ കാര്യം? ഏറ്റവും സങ്കടകരമായ വിഷയം വന്നാലും
ഹൃദയത്തെ സംഗ്രഹിക്കും. അതെന്താ കാര്യം? അത് യോഹന്നാൻ 16:23 ആ ദിവസങ്ങളിൽ നിങ്ങൾ എന്നോടൊന്നും ചോദിക്കത്തില്ല. ചോദിക്കാൻ എന്ത് ചെയ്യും? ഹൃദയത്തിൽ സംഗ്രഹിക്കും. അതേക്കുറിച്ച് സ്വന്തമായിട്ട് ധ്യാനിക്കും. ധ്യാനിച്ച് ദൈവത്തിൻ്റെ പദ്ധതി സ്വന്തമായിട്ട് കണ്ടെത്തും. അതാണ് പരിശുദ്ധ അമ്മ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അതായത് പരിശുദ്ധ അമ്മ ഈ വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിടുമ്പോൾ നമുക്ക് ഓരോ മണ്ണിയടിക്കും. സുവിശേഷത്തിൽ നമുക്കറിയാൻ പറ്റും. എന്താ ചെയ്യണത്? അമ്മ ഒരു ചോദ്യം ചോദിച്ചു. എന്താ ചോദിച്ചത്? നീ എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്? നമുക്കെല്ലാം വേണ്ടി ചോദിച്ചതാണ്. എല്ലാവരും ചോദിക്കുക. ഭർത്താവ് ഇപ്പോൾ 35-ാമത്തെ വയസ്സ് ഭർത്താവ് മരിച്ചു പോയവരില്ലേ, അവിടെ മനസ്സിൽ അവരെന്നും ചോദിക്കും, എന്താണ് നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്യണം? എൻ്റെ അനിയത്തി ഭർത്താവിനെ കൊണ്ട് അവരുടെ മക്കളൊക്കെ ആയിട്ട് അവർ കാറിൽ എല്ലാ ദിവസവും ശനിയാഴ്ച പോയി അവർ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്നുണ്ട്. എന്നെ വിളിക്കാനും തിരക്കാനില്ല, എനിക്ക് മക്കളും ഇല്ല. നീ എന്താണ് എന്നോട് ഇങ്ങനെ ചെയ്തത്? ചോദിക്കാം. അതായത് നമുക്ക് ദൈവത്തോട് ചോദിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ചോദ്യമാണത്. അമ്മ ചോദിച്ചത്, നമുക്ക് വേണ്ടി ചോദിച്ചതാണ്. നീ എന്താണ് ഇങ്ങനെ ഞങ്ങളോട് ചെയ്തത്? പക്ഷെ അതിന് ദൈവത്തിന് ഉത്തരവുണ്ട്. എന്താ കാര്യം? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കേണ്ടവനാണെന്ന് നീ അറിയുന്നില്ലേ? അപ്പൊ പാഷൻ കാലം എന്ന് പറയുമ്പോൾ ബൈബിൾ അങ്ങനെ പാഷൻ കാലം എന്ന് പറയത്തില്ല. സങ്കടങ്ങളുടെ കാലം എന്ന് പറയുമ്പോൾ ഇപ്പം കൊച്ചു മരിച്ചു, ഗർഭത്തിൽ കിടന്ന് കൊച്ചു മരിച്ചു. ഇപ്പോൾ ഒരു അമ്മയുടെ സാക്ഷ്യം കണ്ടല്ലേ കഴിഞ്ഞ ദിവസം ഞാൻ കിടന്നത്. അതായത് ഒരു കുഞ്ഞു മരിച്ചു. അപ്പം ആ കുഞ്ഞു മരിച്ചപ്പോൾ ആ കുഞ്ഞ് മരിച്ചു പോയപ്പോൾ അവർക്ക് അതുപോലെ ഒരു കുഞ്ഞിനെ വേണം. ഇന്നലെ പറഞ്ഞതാണ്, സഹിക്കാൻ പറ്റണില്ല. 11 വയസ്സുള്ള മകൻ മരിച്ചു. അപ്പോഴേ പിന്നെ ഇവർ അമ്മ ഭ്രാന്തായിപ്പോയി. അപ്പോഴേ അവർ നോൺ ക്രിസ്ത്യനാണ്. പക്ഷേ അമ്മയെ പരിചയപ്പെട്ടവർ പറഞ്ഞു, അമ്മേ എൻ്റെ കുഞ്ഞ് മരിച്ചുപോയി, എനിക്ക് ഭ്രാന്തായിപ്പോയി, എനിക്ക് ഇതുപോലെ ഒരു കുഞ്ഞിനെ തരണമെന്ന് പറഞ്ഞു. അത് ഒരു ആൺകുഞ്ഞിനെ തന്നെ തരണമെന്ന് പറഞ്ഞു. അതിനാണ് അവൾ ഉടമ്പടി എടുത്തിരിക്കുന്നത്. അപ്പോൾ അവൾക്ക് അങ്ങനെ കിടക്കാൻ കാര്യം, അവൾ ഉടനെ അമ്മ ഒരു ഓപ്പറേഷൻ കാണിച്ചു കൊടുത്ത് മനസ്സിൽ. ഇപ്പോൾ ഭർത്താവിനോട് പറഞ്ഞു, എടോ അവരെന്തോ വാസട്ടമയോ ട്യൂബറ്റമയോ ചെയ്തിരിക്കുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. ഇപ്പോൾ നമ്മളൊരു ഓപ്പറേഷൻ ചെയ്യണം, നമുക്കിനി ഒരു കുഞ്ഞിനെ തരുമെന്ന് അമ്മ പറഞ്ഞെന്ന് പറഞ്ഞു. അയാൾക്ക് അമ്മയിലൊന്നും വിശ്വാസമില്ല. പക്ഷെ ഭാര്യനെ വിശ്വാസമുള്ളതുകൊണ്ട്, ഭാര്യയെ സ്നേഹമുള്ളതുകൊണ്ട്, അവരുടെ സങ്കടം ഇങ്ങനെ ഇരിക്കണതുകൊണ്ട് പറഞ്ഞു, ശരി നമുക്കത് അഴിച്ച് രണ്ടാമത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോഴങ്ങനെ അവർ പ്രഗ്നൻ്റായി. ഉടനെ പ്രഗ്നൻ്റായി കഴിഞ്ഞപ്പോൾ ഇവക്കൊരു ഇത് പെൺകുഞ്ഞാകരുത്, പെൺകുഞ്ഞാണെങ്കിൽ എനിക്ക് വേണ്ട, കാര്യം എൻ്റെ മകനാണ് മരിച്ചിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ അവന് അതുപോലൊരു മകനെ തന്നെ തിരിച്ചു കൊടുത്ത്. അപ്പം ചില സമയത്ത് നമുക്ക് അത് വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ കിടക്കണവർ അവർ കുറച്ചുകൂടി ഗ്രോത്താണ്, മകനേക്കാൾ വലുതാണ്, എൻ്റെ മകനല്ലേ പോയുള്ളൂ, എൻ്റെ ദൈവം പോയില്ലല്ല എന്ന് ചിന്തിക്കുന്നതാണ് അതിൻ്റെ സെക്കൻഡ് പാഠം എന്ന് പറയണത്. അപ്പോൾ അവർക്ക് പ്രയാസങ്ങളൊന്നുമില്ല. എൻ്റെ മകനല്ലേ പോയുള്ളൂ, അത് ദൈവഹിതം, എൻ്റെ ദൈവം എൻ്റെ ഇടയ്ക്കൊന്നും പോയില്ലല്ല എന്ന് പറയണത് സെക്കൻഡ് പാഠം. അപ്പം അത് സെക്കൻഡ് പാഠം. അങ്ങനെ സെക്കൻഡ് പാഠത്തിലേക്ക് വരുമ്പോൾ ദൈവം എന്തു ചെയ്യും? ഹൃദയത്തിൽ സംഗ്രഹിക്കാനേ പറ്റത്തുള്ളൂ. അതാണ് വിഷയം. അപ്പം ചില ആൾക്കാർക്കൊരു ചോദ്യമുണ്ട്, നീ എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്? അപ്പോൾ നീ എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്നാണ് അമ്മ ചോദിക്കണത്. അപ്പോൾ ഈശോൻ്റെ ഉത്തരം എന്താണ്? അമ്മ ഇതിനേക്കാൾ എൻ്റെ അമ്മയാണ്, അപ്പോൾ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം. അത് കറക്റ്റ് ചെയ്യേണ്ട അവിടെ എൻ്റെ അമ്മയാണ്. എന്താ എൻ്റെ അമ്മയ്ക്ക് അറിയണം എന്താണ് പിതാവിൻ്റെ കാര്യത്തിലാണ് ഞാൻ വ്യാപൃതനായിരിക്കേണ്ടത്. അപ്പോൾ അമ്മ കടന്നു പോകുന്ന ഒരു 3 ദിവസം എന്നെ കാണാതിരുന്നപ്പോൾ അമ്മ കടന്നുപോയ സങ്കടമില്ലേ? ആ സങ്കടം എന്താ സാധനം? അത് പിതാവിൻ്റെ കാര്യമാണെന്നാണ് പറയണത്. എന്ത് രസമാണ് ഈശോ സംസാരിക്കണം കേൾക്കാൻ. പരിശുദ്ധാത്മാവില്ലാതെ ബൈബിൾ മനസ്സിലാവത്തില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് നിങ്ങളെപ്പോഴും ചെയ്യേണ്ടതെന്ന് അറിയാമോ? ബൈബിളൊക്കെ നിങ്ങളെടുത്ത് വായിക്കും, നോവൽ വായിക്കണ പോലെ എടുത്ത് അബ്രാഹത്തിൻ്റെ കഥ, ഇസഹാക്കിൻ്റെ കഥയൊക്കെ വായിക്കും. എന്നിട്ട് ഞാൻ ബൈബിൾ വായിച്ചെന്ന് പറയും. എന്താ ബൈബിൾ എഴുതിയിരിക്കണ പരിശുദ്ധാത്മാവാണ്. അയാളോട് ചോദിക്കണത് എങ്ങനെ എഴുതിയെന്ന്, എന്തിനെഴുതിയെന്ന് ചോദിക്കണം. പരിശുദ്ധാത്മാവിനോട് ചോദിച്ചിട്ട്, പരിശുദ്ധാത്മാവാണ് ഇതിൻ്റെ കാലാവസ്ഥ ഭേദങ്ങളെയും നമ്മളെ ഇത് പഠിപ്പിച്ചു തരണം. പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു തന്നെ. അപ്പോൾ പരിശുദ്ധാത്മാവിനെ വിട്ടിട്ട് നമുക്ക് ബൈബിൾ പഠിക്കാനോ ജീവിക്കാനോ സാക്ഷ്യപ്പെടുത്താനോ പറ്റത്തില്ല.
കൊണ്ട് ഉടമ്പടി ഒന്ന് പ്രാർത്ഥിച്ച കർത്താവ് ദൈവമേ, കർത്താവായ ദൈവമേ, എന്റെ ജീവിതാനുഭവങ്ങൾക്ക് സമാന്തരമായി എന്റെ ജീവിതാനുഭവങ്ങൾക്ക് സമാന്തരമായി വ്യത്യസ്ത കാലാവസ്ഥകൾക്ക് വേണ്ടി എഴുതപ്പെട്ടിട്ടുള്ള വ്യത്യസ്ത വചനങ്ങളിലൂടെ ദൈവത്തെ അനുഭവിച്ച് ദൈവസ്നേഹത്തിന്റെ സാക്ഷികളായി ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. ശ്രുതികട ഹല്ലേലൂയ. അഭിഷേകത്തോടെ വായിക്കുവാൻ, അർത്ഥമറിഞ്ഞ് വായിക്കുവാൻ ആരാധനയിലൂടെ പ്രത്യേക അഭിഷേകം നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ എന്തെങ്കിലും ഒരു ഗ്യാപ്പ് വന്നാൽ അതിൻ്റെ പിന്നിൽ കിടന്നുകൊണ്ട് ഉടമ്പടി ഡൗൺ ആക്കരുത്. ചില സമയത്ത് ചില ഗ്യാപ്പുകൾ വരും അല്ലേ? ചില സമയത്ത് ദൈവത്തിൻ്റെ ഒരു ഇടപെടലും ഇല്ലാത്തൊരു സമയം ഉണ്ടാകും. അപ്പം നമ്മുടെ പ്രയാസങ്ങളിൽ നമ്മൾ നിലനിന്ന് പോകും. അപ്പോൾ ഈ അമ്മയും അതുപോലെ ഈശോനെ കാണാത്ത 3 ദിവസം ഉണ്ടായി. അപ്പോൾ അമ്മയും സങ്കടത്തിലൂടെ പോയി. അപ്പം അമ്മ അത് തിരിച്ച് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ഞങ്ങളോട് ചെയ്തത് അല്ലേ? എന്തുകൊണ്ടാണ് നീ വായിച്ച ഭാവം വായിച്ചേ? ലൂക്ക 2:48. ലൂക്ക 2:48. അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു. അവന്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എന്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ഈ പിതാവിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഈ ആബ്സൻസ് ഒക്കെ വരുമ്പോഴെല്ലാം നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരവില്ലാത്ത ചില ദിവസങ്ങളുണ്ടാകും. ശ്രദ്ധിക്കണം മക്കളെ, അച്ഛൻ പറയണത്. പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ലാത്ത അടിയന്തര സാഹചര്യങ്ങൾ വരും. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേദനയും ക്ലേശവുമായിരിക്കും ആ സമയത്ത് ഉണ്ടാകണത് ഇല്ലേ? അപ്പോൾ നമ്മൾ ചോദിക്കും, ഞാൻ ഉടമ്പടി എടുത്താണല്ല, എന്തായാലും ഞങ്ങളോട് ഇങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ ചോദിക്കും, ദൈവത്തോട് ചോദിക്കും. അപ്പോൾ ചോദിക്കുമ്പോൾ കർത്താവ് എന്താ പറയണത്? അത് പിതാവിൻ്റെ കാര്യമാണ്. എന്താ കാര്യം? പിതാവിൻ്റെ കാര്യം എന്താണ്? അതായത് പിതാവിൻ്റെ കാര്യമെന്ന് പറയുമ്പോൾ ഈശോ പിതാവിൽ നിന്ന് കൊണ്ടുവന്നത് എന്താണെന്ന് നമ്മൾ അറിയണം. നമ്മുടെ ജോലി, വീട്, വിവാഹം, പറമ്പ് വാങ്ങിക്കൽ അങ്ങനെയുള്ള ഏർപ്പെടല, അത് പിതാവ് ഈശോയുമായിട്ട് ബന്ധമില്ലെങ്കിലും സാധാരണ നിരീക്ഷകന്മാർക്ക് പോലും കിട്ടുന്ന കാര്യങ്ങളാണ്. പിതാവിൽ നിന്ന് ഈശോ കൊണ്ടുവന്ന തനത് ഗിഫ്റ്റ് എന്താണ്? കൃപയും സത്യവും അവൻ വഴി ഉണ്ടായി. അതാണ് കൃപയാണ് പിതാവിൽ നിന്ന് കൊണ്ടുവന്നത്. ഈശോ കൊണ്ടുവന്നത് എന്താണ്? കൃപ. എപ്പോഴും കൃപയെക്കുറിച്ച് പറയുമ്പോൾ പിതാവിനെ പിക്ചറിൽ ബൈബിളിൻ്റെ ഒരു രീതി അതാണ്. കൃപയെക്കുറിച്ച് പറഞ്ഞാൽ ഉടനെ ബൈബിള് പിതാവിനെ കൊണ്ടുവരൂ. അതാണ് 12:18 എടുത്ത്. 12:18. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസൻ, എന്റെ ആത്മാവ് പ്രസാദിച്ച എന്റെ പ്രിയപ്പെട്ടവൻ, ഞാൻ അവന്റെ മേൽ എന്റെ ആത്മാവിനെ അയക്കും. പിതാവിൽ നിന്ന് കൊണ്ടുപോകുന്നത് എന്താണ്? ഈ ആത്മാവാണ്. മനസ്സിലായില്ലേ? ആത്മാവ് പരിശുദ്ധാത്മാവിൻ്റെ കൃപാദാനങ്ങളാണ്. അതാണ് ഈശോ പറയണത്, ഞാൻ പിതാവിനോട് ചോദിക്കുകയും. പിതാവെന്ന് പറഞ്ഞാൽ പിന്നെ പരിശുദ്ധാത്മാവിന് നടപടിക്രമമെന്ന് അതിൻ്റെ അർത്ഥം. എന്താ കാര്യം? പിതാവിനോട് ഞാൻ ചോദിക്കുകയും നിങ്ങൾക്ക് MAക്ക് അഡ്മിഷൻ മേടിച്ച് തരികയും ചെയ്യും. അങ്ങനെയാണോ പറഞ്ഞത്? അല്ല, അതാണ് പ്രശ്നം. ഈ ക്യാഷ് ആൻഡ് കൈൻഡ് പരിപാടിക്ക് പിതാവ് വഴി ഡയറക്റ്റ് ബന്ധമില്ല. ഇറ്റ് ഈസ് ഓൾറെഡി ഗിവൺ. അത് നമ്മുടെ ബുദ്ധിയും ബോധവും അനുസരിച്ച് നമ്മളത് ആർജിച്ചെടുക്കുകയാണ് ചെയ്യണത്. പിതാവ് രംഗത്ത് വന്ന പിതാവിൻ്റെ കാര്യമെന്ന് പറഞ്ഞ് വന്നാൽ അത് എന്താണ് സംഭവം? പിതാവിനോട് ചോദിക്കുകയും വായിച്ചതിനടുത്ത് നിത്യവും നിങ്ങളോടുകൂടി ആയിരിക്കാൻ മറ്റൊരാശ്വാസകനെ വായിച്ചേ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഹന്നാൻ 14:16. യോഹന്നാൻ 14:16. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും
ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരുകയും ചെയ്യും. അതായത് പിതാവിന്റെ കാര്യം എന്ന് പറയണതിന്റെ ഒരു കാര്യം, പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുന്നതാണ് പിതാവിന്റെ കാര്യം. ആബ്സൻസ് ഓഫ് ഗോഡ്, അതുപോലെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് ഉത്തരം കിട്ടണില്ല എങ്കിൽ ദൈവത്തെ പോലും കാണാത്തൊരു കാലമായിട്ട് ഇപ്പോൾ പൗലോസിൻ്റെ കപ്പൽ അനുഭവത്തിൽ പറയുന്നില്ലേ, കുറേ നാളത്തേക്ക് സൂര്യനെ കണ്ടില്ലെന്ന്. അങ്ങനെ അത് നമ്മുടെ ജീവിതത്തിലുണ്ടാവും. ജീവിതയാത്രയാണ്, കുറേ നാളത്തേക്ക് നമുക്ക് ദൈവാനുഭവം ഇല്ല. അപ്പോൾ ഈ മണ്ടന്മാരെന്നാ ചെയ്യുന്നറിയാവുക, രാവിലെ എഴുന്നേക്കാൻ താമസിക്കും. പ്രത്യക്ഷ പ്രാർത്ഥന വേണമെങ്കിൽ ചിലർ ശങ്കരാടിയുടെ ഒരു സിനിമ ഇല്ലേ, കൈനീട്ടം വൈകുന്നേരം കിട്ടിയാൽ മതിയാന്ന് ചോദിക്കണില്ലേ, അതുപോലെ പ്രത്യക്ഷ പ്രാർത്ഥന ഉച്ചയ്ക്ക് ചെല്ലിയാൽ മതിയാന്ന് ചോദിക്കും. അപ്പോൾ ഇത് കൈവിട്ടു പോകുന്നതിൻ്റെ അർത്ഥം എന്താ കാര്യം? അതായത് അവരുടെ ലൈഫിൽ ദൈവത്തെ അനുഭവിക്കാത്ത ചില ദിവസങ്ങളാണ്. ഇപ്പോൾ പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. പ്രത്യക്ഷ പ്രാർത്ഥന അല്ല, ദൈവത്തെ പോലും വിളിക്കാത്ത ആൾക്കാർ കാനഡയിൽ പോയി. ഇതെല്ലാം ചെയ്തേച്ച് നിൽക്കണം. ഞാൻ നാട്ടിൽ തന്നെ ഇപ്പോൾ ഉണ്ട്. എൻ്റെ ഏജൻറ്റ് എന്നെ പറ്റിച്ചെന്നാണ് തോന്നുന്നത്. ഓക്കെ, പിതാവിന് ആബ്സെൻ്റായിട്ട് തോന്നുന്ന ഒരു സമയം ഇതാണ്. ഈ ടൈമാണ് നമുക്ക് കൈകാര്യം ചെയ്യേണ്ടത്. അതായത് അനുഭവങ്ങൾ ഘടകവിരുദ്ധമായിട്ട് വരുമ്പോഴും അമ്മ ചോദിച്ചു, ഇതെന്താ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്? അപ്പോൾ എന്താ പറഞ്ഞത്? ഞാനല്ല ചെയ്തത്, പിതാവാണ് ചെയ്തത്. ഇതാണ് വിഷയം. അപ്പോൾ അത് നമ്മുടെ കാശാക്കാരന് വേണ്ടിയുള്ള കാര്യമല്ല. അതെന്തിനാണ്? പിതാവിൻ്റെ കാര്യം എന്താണ്? ഞാൻ പിതാവിനോട് ചോദിക്കുകയും നിങ്ങളുടെ ആയിരിക്കാൻ വേണ്ടി. അപ്പോൾ എന്താ, ഒന്ന് മാറ്റിപ്പിടിക്കാനാണ് പറയണത്. മനസ്സിലായില്ല? സ്ഥലം വിൽക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്ന ഇനി ഇവിടുന്ന് വെച്ച് കലവൂര് പോയി നൊവേന കൂടും, അപ്പുറത്ത് പോയി വേറെ ധ്യാനം കൂടും. എന്തിനാണ് സ്ഥലം വിൽക്കണേ? ഇതാണ് ഇവരുടെ തലയിരിക്കണത്. അപ്പോൾ ദൈവം പറയും, മാറ്റിപ്പിടിക്കാൻ പറയും. എന്താ കാര്യം? ഇത് എന്നേക്കും നിങ്ങളുടെ കൂടെ, ഈ സ്ഥലം എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കത്തില്ല. മകളെ കല്യാണം കഴിച്ചാലും ഇനി മകള് പ്രസവിച്ചാലും അവരാരും എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കത്തില്ല. കർത്താവ് വളരെ ക്ലിയറായിട്ടാണ് സംസാരിക്കണത്. മനസ്സിലായില്ലേ? നിങ്ങളെപ്പോൾ ഒന്ന് മാറ്റിപ്പിടിക്കേണ്ടി വരും. എന്താ കാര്യം? ദൈവം പറയണത് എന്നേക്കും നിങ്ങളോട് ആയിരിക്കാനാണ്. ഇപ്പോൾ ചിലർ പറഞ്ഞ, അച്ഛാ ഒരു ഓർഫണേജിൽ എവിടെയെങ്കിലും ആക്കിത്തരും അച്ഛാ. എന്താ ഞാൻ പറയും, മക്കളെ എന്നെ ഉപേക്ഷിച്ചു വന്ന്. ഞാൻ പറയും, മക്കളെ ഉപേക്ഷിച്ചതല്ലേ സത്യം പറയുന്നത്. ഇവിടെ ചില വിരയന്മാരുവേ സന്ധ്യയാലും പോകത്തില്ല. ഞങ്ങൾ പിന്നെ എവിടെയെങ്കിലും ഒരു കോൺവെൻറ്റിൽ കൊണ്ടുവരെ കിടത്തും. പക്ഷേ എന്താ അവർ പറയണത്? അവർ പറഞ്ഞ മക്കളെ ഉപേക്ഷിച്ച് അച്ഛൻ കൊണ്ടുപോയി അനാഥാലയത്തിൽ തരാനാണ്. അപ്പോൾ മക്കളായാലും എന്നേക്കും നിങ്ങളോട് ആയിരിക്കത്തില്ല, അവർ ഉപേക്ഷിച്ചായിരിക്കത്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ആ പഴയ സ്വാതന്ത്ര്യമായിട്ട് അവിടെ നിൽക്കക്കളി ഇല്ലാത്ത കാര്യമാണ് വന്നിരിക്കുന്നത്. ചിലപ്പോൾ വന്ന ആൾക്കാർക്ക് നിങ്ങളുടെ സംസാരം പോലും ഇഷ്ടമുണ്ടാകത്തില്ല. നല്ല കാര്യം. അപ്പോൾ ഈ വന്ന വരുമ്പോഴൊക്കെ അവർക്ക് പഠിച്ച ആൾക്കാരാണ്. അവർക്ക് നമ്മുടെ സംസാരം എന്നെ വർത്തമാനാണെന്ന് ചോദിക്കും. എന്നെ വർത്തമാനാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് ദൈവമേ എൻ്റെ വീട്ടിൽ തന്നെ. അപ്പോൾ മകനാണെങ്കിൽ എന്ത് ചെയ്യും? മകൻ നമ്മുടെ കൂടെ കൂടുക? ഒരിക്കലും കൂടെ. അവനെ കെട്ടിക്കുമ്പോൾ തന്നെ ഉപേക്ഷിച്ചേക്കണം മകനെ. പല പ്രശ്നവും എന്താണ്? കെട്ടിച്ചിട്ട് നിങ്ങൾ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുകയല്ലേ? അതാണല്ലേ പ്രശ്നം. കെട്ടിക്കുമ്പോൾ തന്നെ മാതാപിതാക്കന്മാരെ വിട്ടെന്ന് പറഞ്ഞില്ലേ? ഈശോയല്ലേ പറഞ്ഞിരിക്കണത്? മാതാപിതാക്കന്മാരെ വിട്ട് ഭാര്യയോട് ചേരും. അപ്പം തന്നെ വിട്ടേക്കണം. അത് 90ാമത്തെ വയസ്സും പിടിച്ചോണ്ടിരിക്കുകയാണ്. ഒന്നും പ്രതീക്ഷിക്കരുത് എന്ന് കർത്താവ് പറയും. ഇനി എന്താ വിടണത്? എന്നേക്കും നിങ്ങളോട് ആയിരിക്കാൻ മറ്റൊരാശ്വാസകൻ. അതാണ് വിഷയം. മകനൊരു ആശ്വാസകനാണ്, ഭർത്താവ് ഒരു ആശ്വാസകനാണ്. ഈ സംഭവമൊക്കെ കുറച്ച് കഴിയുമ്പോൾ ചത്തുപോകും. എന്നിട്ട് നമ്മൾ കുഴിക്കാൻ പോയി കഴിഞ്ഞാൽ 8 മണിക്കത്തെ കുർബാനയും കൂടിയിട്ട് കുഴിക്കാൻ പോയി പ്രാർത്ഥിച്ചിട്ട് അവിടെ തന്നെ ഇരിക്കും. എന്താണ്? പഴയ കാര്യം ഓർത്തുകൊണ്ടിരിക്കും. എന്തൊക്കെ ആളെ വിട്ടുപോയില്ലേ? വിട്ടതായിട്ട് നേരത്തെ കൂട്ടണം മക്കളെ, കൂട്ടി എഴുതി തള്ളണം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴായാലും ഈ നമ്മുടെ കയ്യിലുള്ളതെല്ലാം ഈശോ പറഞ്ഞല്ല, നിങ്ങൾ സമ്പാദിച്ചതെല്ലാം ആരുടേത് ആകും അല്ലേ? ചോദ്യമല്ലേ? അടിപൊളി ചോദ്യമല്ലേ? ക്രിസ്തുവിനെ അറിയണം. അല്ല ക്രിസ്തുവിൻ്റെ ആനുകൂല്യം കൊണ്ട് ജീവിതകാലം കൊണ്ട് ജീവിക്കാനൊന്നുമില്ല. ക്രിസ്തു തന്നെയാണല്ലോ പിതാവിന്റെ ആനുകൂല്യം. കൈയടിക്കട്ടെ, ശ്രുതിക്കട്ടെ. സ്വന്തമാക്കുവാൻ ഈ ആരാധനയിലൂടെ അഭിഷേകം ചെയ്യണമേ. അത്ഭുത
മാത്രമേ ദൈവമെന്നും അത്ഭുതമായി അതിശയമായി നീ മാത്രമേ ദൈവമെന്നും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതായത് എന്നേക്കും നിങ്ങളുടെ ആയിരിക്കാൻ മറ്റൊരാശ്വാസം അയച്ചു തരികയും ചെയ്യും. ആബ്സൻസിൻ്റെ കാര്യം ഇതുപോലെ ചില സമയത്ത് നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്താണ്, ഞാൻ നിൻ്റെ പിതാവും കൂടി എന്തോരം നിന്നെ അന്വേഷിച്ചതെന്നറിയാമോ? നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? എന്തിനാണ് നിങ്ങൾ ആദി കൊണ്ടത്? എന്തിനാണ് നിങ്ങൾ ഉത്കണ്ഠപ്പെട്ടത്? എന്തിനാണ് നിങ്ങൾ കണ്ണീര് വാർത്തത്? എന്താ കാര്യം? ഇത് പിതാവിൻ്റെ സമയമാണെന്നറിയാൻ പാടില്ലേ? പിതാവിൻ്റെ സമയം എന്താണ്? ഇത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള സമയം. ഓരോ വേദനാ സമയങ്ങളും, മക്കൾ കൈവിട്ട്, ഭർത്താവ് കൈവിട്ട്, ഭാര്യ മരിച്ചെന്നൊക്കെ പറയുന്ന ഓരോ കാലങ്ങളും എന്തിൻ്റെതാണ്? എന്നേക്കും നിങ്ങളുടെ ആയിരിക്കും. ആരും എന്നേക്കും നിങ്ങളുടെ ആയിരിക്കത്തില്ല, ഉറപ്പല്ലേ? എന്നേക്കും ആയിരിക്കത്തില്ല മക്കളെ. നിങ്ങൾ 10 മാസം ചുവന്ന കാര്യത്ത് ഒന്നും പറയണ്ട, അത് നിർത്തി അവസാനിപ്പിക്കണേ. ഒരു കഥയില്ല, ആരുടെ ക്ലെയിം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഒരു ക്ലെയിം മാത്രം. എന്താ സംഭവം? എന്നേക്കും നിങ്ങളുടെ ആയിരിക്കാൻ പ്രാർത്ഥിച്ചേ. കർത്താവേ, അങ്ങയുടെ പൊന്നുപോലത്തെ വചനം സൗജന്യമായി നൽകിക്കൊണ്ട് എന്നേക്കും എന്റെ കൂടെ ആയിരിക്കാൻ പിതാവിന് ലഭിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. നാളുകളിൽ നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കാതിരിക്കാൻ ഈ വെള്ളം കുടിക്കുന്നവൻ നീ ദാഹിക്കും. ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവർക്ക് ദാഹിക്കുകയില്ല. നീ തരുന്ന വെള്ളമായ പരിശുദ്ധാത്മാവിനെ ദാഹിക്കുന്നവൻ എന്റെ അടുത്ത് വരട്ടെ. തിരുനാളിന്റെ മഹാദിനത്തിൽ അവൻ എഴുന്നേറ്റ് ഉച്ചത്തിൽ പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുത്ത് വരട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് ദീപജലത്തിന്റെ അരുവികൾ തന്നിൽ വിശ്വസിക്കാനിരുന്നവരെ സ്വീകരിക്കാനിരുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് അവനത് പറഞ്ഞത്. ആത്മാവേ, പരിശുദ്ധാത്മാവേ, യേശുവിന്റെ ആത്മാവേ, യേശുവിന്റെ തിരുവിരാവിലെ മുറിവ് തുറന്നുകൊണ്ട് അവന്റെ സകലത്തിന്റെ സമ്മാനമായി, സ്വർഗത്തിന്റെ സമ്മാനമായി ഇറങ്ങി വന്ന ദൈവത്തിന്റെ വാഗ്ദാനമേ, പിതാവിന്റെ വാഗ്ദാനമേ, ആത്മാവേ, ആത്മാവേ നിറയണമേ, നിറയണമേ, എന്നെ ശക്തിപ്പെടുത്തണമേ. ദൈവത്തിന്റെ ഉടമ്പടി സുവിശേഷമായി പൂർത്തിയാക്കുവാൻ ആത്മാവേ, ആത്മാവേ വസിക്കണമേ. സന്തോഷത്തോടെ Hallelujah, hallelujah.
സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. രോഗികളങ്ങളുടെ ദിവസം പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഉദര രോഗമുള്ളവർ അങ്ങനെ ദിവസം പ്രാർത്ഥിക്കുന്ന കർത്താവേ, വാർന്ന വരതുകരാം ആണിപ്രതാർന്ന അത്ഭുതകരാം ഉദര രോഗികളെ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കണ്ണ ചൊരിയണമേ. കർത്താവേ, നിന്റെ കണ്ണ ചൊരിയണമേ. കർത്താവേ, മുഴുകിടുന്ന വിശുദ്ധമായ രക്തത്താൽ കരരോഗികളെ സുഖപ്പെടുത്തുമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധമായ രക്തത്താൽ കരരോഗികളെ സുഖപ്പെടുത്താൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കണ്ണ തോന്നണമേ. മുഴുകിടത്തോടെ മുഴുകിടത്തോട് രാവിലെ മുഴുവോർത്ത് കരുതണമേ. കർത്താവേ, കണ്ണ തോന്നണമേ. കർത്താവേ, അടിപ്പെടുത്തോർത്ത് കരുതണമേ. കർത്താവേ, കരതോന്നമേ. കരചരണങ്ങളിലെ ആണിപ്പഴുതോർത്തുകൊണ്ട് കർത്താവേ, അങ്ങനെ മക്കളോട് കടന്നത് മാർഗ രോഗങ്ങള്, തീരാവ്യാധികള്, ജീവിത ദുരിതങ്ങള്, മാർഗരോഗങ്ങള്, തീരാവേദികള്, ജീവിത ദുരിതങ്ങള്, സ്തോത്രം. കർത്താവേ, കണ്ണു തോന്നണമേ. കർത്താവേ, കണ്ണു തോന്നണമേ. ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ട് ലഭിക്കാത്തവര്, കർത്താവേ, മാനസിക ഡിപ്രഷനുള്ളവര്, മനസ്സമാധാനം ഇല്ലാത്തവര്, കർത്താവേ, ചരണങ്ങളിലെ ആണി പഴുതുകൾ ഓർത്തുകൊണ്ട് കർത്താവേ, ഉച്ചമുതൽ ഉള്ളങ്കാല് വരെ കർത്താവിന്റെ രക്തം പടരട്ടെ. എല്ലാ കൊച്ചങ്ങളിലും കർത്താവിന്റെ രക്തം പടരട്ടെ. എല്ലാ പേശികളിലും കർത്താവ് രക്തം പടരട്ടെ. എല്ലാ ഞാടി ഞരമ്പുകളിലും കർത്താവ് രക്തം പടരട്ടെ. കർത്താവേ, കണ്ണത്തോന്നണമേ. പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, കണ്ണത്തോന്നണമേ. മക്കളില്ലാത്തവരെ സ്പർശിക്കണമേ കർത്താവേ. ഭ്രാന്തി രോഗികളെ സ്പർശിക്കണ കർത്താവേ. ഭ്രാന്തുള്ളവരെ സ്പർശിക്കണ കർത്താവേ. മാനസിക രോഗങ്ങളുള്ളവരെ സ്പർശിക്കണ കർത്താവേ. ഉറക്കമില്ലാത്തവരെ സ്പർശിക്കണ കർത്താവേ. കർത്താവേ, കണ്ണത്തോന്നണമേ. കർത്താവേ, കണ്ണത്തോന്നണമേ. നിന്റെ തിരുവിടാവിലെ മുറിവിനെ ഓർത്തുകൊണ്ട് കർത്താവേ, കണ്ണത്തോന്നണമേ. നിന്റെ ആണിപ്പെടുത്താവുന്ന അത്ഭുത കരങ്ങൾ ഓർത്തുകൊണ്ട് കർത്താവേ, കണ്ണത്തോന്നണമേ. ചിരങ്ങ് രോഗികളെ, ചോരത്തവേ, ത്വക്ക് രോഗികളെ, പിച്ചില രോഗികളെ, PCOD രോഗികളെ കർത്താവേ, കണ്ണത്തോന്നണമേ. കർത്താവേ, സ്പോണ്ടിലോസിസ് അസുഖമുള്ളവരെ കണ്ണത്തോന്നണമേ കർത്താവേ. ഓട്ടിസം രോഗികളെ കണ്ണത്തോന്നണമേ കർത്താവേ. അപസ്മാരോഗികളെ കണ്ണത്തോന്നണമേ കർത്താവേ. കർത്താവേ, കണ്ണത്തോന്നണമേ. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിന്റെ അടയാളത്തിൽ, ദൈവത്തിന്റെ ശക്തിയാൽ മാരക രോഗങ്ങള്, തീരാവേദികള്, ജീവിത ദുരിതങ്ങള് യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ, ദുഃഖങ്ങള്, ജോലിയില്ലാത്തവര്, വിസ തട്ടിപ്പിൽ കുടുങ്ങിപ്പോയവര്, പണം നഷ്ടപ്പെട്ടവര്, ഇന്റർവ്യൂവിന് പങ്കെടുക്കാൻ പോകുന്നവര്, പരീക്ഷയുടെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവര്, പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നവർ, എഴുതാൻ പോകുന്നവര്, വീട് വിൽക്കാനുള്ളവര്, വീട് എടുക്കാനുള്ളവര്, യേശുവിന്റെ നാമത്തില് മാർഗ തടസ്സങ്ങൾ, ജീവിത ദുരിതങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. കണ്ണുകളടച്ച് കൈകൾ കൂപ്പി കർത്താവിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. കൈകൾ ഒതുക്കി വെച്ചുകൊണ്ട് മാതാവിൻ്റെ മാധ്യസ്ഥ ഈശോൻ്റെ സന്നിധിയിലേക്ക് വരാനിടയാക്കിയ ഇന്നത്തെ ദിവസത്തെ ഓർത്തുകൊണ്ട് മനസ്സുകൊണ്ട് നന്ദി പറയുക. മലമൂത്രങ്ങൾ അറിയാതെ പോകുന്ന രോഗിയെ കർത്താവ് കാണിക്കുന്നുണ്ട്. ആ രോഗിയെ കർത്താവ് സുഖപ്പെടുത്തിയിരിക്കുന്ന 67 വയസ്സിനും 57 വയസ്സിനും ഇടയ്ക്കാണ് ആ രോഗിയുടെ പ്രായം. കർത്താവ് വ്യക്തിയെ കിടക്കുമ്പോൾ വെറുതെ ആ വ്യക്തിക്ക് ബോധമില്ല, മലമൂത്രങ്ങൾ അറിയാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഭയങ്കരമായ സങ്കടമാണ് ആ കുടുംബത്തിന്. കർത്താവ് അത് ഏറ്റെടുക്കുന്ന ആളെ കാണിക്കുന്നുണ്ട്. കൊല്ലണമെന്ന്, അതല്ലെങ്കിൽ ഒരു തരം കിട്ടിയ ഉപദ്രവിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു പാര വെക്കണമെന്ന് പറഞ്ഞ് അമ്പ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സംഭവമാണ്. കർത്താവ് വില്ല് മറച്ച് നിൽക്കുകയാണ്. എന്നാൽ മറ്റുള്ളവരെ ഉപദ്രവിക്കണം എന്നുള്ള നിന്റെ മനസ്സ്, നിന്നെ ഉപദ്രവിച്ചവരെ, നിന്നെ കൊച്ചാക്കിയൊരു താത്തിക്കെട്ടിയവരെ, തരം കിട്ടിയാൽ അവരോട് അതേ രീതി നാണയത്തിൽ തന്നെ പ്രതികരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കത്തില്ല. അതുകൊണ്ട് ആ വെള്ളം വാങ്ങിവെക്കാൻ ഈശോ പറഞ്ഞിരിക്കുന്നു. അത് നടപ്പിൽ വരുത്തുക. കർത്താവ് തീർച്ചയായിട്ടും
എൻ്റെ വൈരാഗ്യബോധത്തെയും പകയെയും ഞാൻ എടുത്തു മാറ്റുന്നു. പകരം സ്നേഹവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തയും കൊണ്ട് എന്നെ നിറക്കണമെന്ന് ആ വ്യക്തികൾ സ്വന്തമായിട്ട് പ്രാർത്ഥിക്കട്ടെ. തോളിനും കഴുത്തിനും ഇടയ്ക്ക് കണ്ണിനും നമ്മുടെ ഈ ആംഗിളിൽ എവിടെയോ ഒരു മുഴയുണ്ട്. അതായത് ചെവിക്കും തോളിനും ഇടയ്ക്ക് ചെവിയുടെ താഴെ കാണുന്ന മുഴകളെ കർത്താവ് സ്പർശിച്ച് സൗഖ്യത്തേക്ക് നയിക്കുന്ന ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. തൊലി മാറി മാറി വരികയും തലം മസിലിൻ്റെ ഭാഗം മാംസം ശോഷിച്ചു വരികയും എല്ലുന്തി വരികയും എല്ലിന് ക്രമാതീതമായ വളർച്ച പ്രാപിക്കുകയും എല്ല് കുത്തുന്ന സ്ഥലങ്ങളിൽ വേദനിക്കുകയും ചെയ്യുന്ന എല്ലിനെ കർത്താവ് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. വീണ്ടും കക്ഷത്ത് മാറാതെ വേദന, എപ്പോഴും രോഗങ്ങളിൽ മുഴകൾ പൊങ്ങി വരും, ചിലപ്പോൾ ചുട്ടിപ്പോകും. അത് സാധാരണമാണ്, സ്വാഭാവികമാണ്, നീറിറങ്ങി വീഴാണ് നമ്മൾ കരുതും. പക്ഷെ അങ്ങനെ അല്ലാത്തൊരു മുഴയെ കർത്താവ് ഇപ്പൊ സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ടി എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന വീണ് പോയെന്ന് കരുതുന്നു. ടി എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന പേര് വീണ് പോയെന്ന് കരുതുന്നു. ഇനി മുന്നോട്ട് ഒന്നിനും ഞാനില്ല, മരിക്കും വരെ എവിടെയെങ്കിലും ഒതുങ്ങി ജീവിക്കാം, ഭക്ഷണം തന്നെ വേണമെന്നില്ല. ഡിപ്രഷൻ്റെ അവസാന രൂപമായി ജീവിതത്തെ അഭിമുഖീകരിച്ച് തോറ്റ്, അല്ലെങ്കിൽ അയാളെ തോപ്പിച്ചു. ദൈവം തോപ്പിക്കാതെ നിന്നെ ആർക്കും തോപ്പിക്കാൻ കഴിയത്തില്ലെന്ന് പരിശുദ്ധ അമ്മ പറയുന്നു. കൈയടിച്ചുകൊണ്ട് അവർ വെച്ച് പാടും. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗ്ഗപുരത്തിറങ്ങി വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗ്ഗപുരത്തിറങ്ങി വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. അമേരിക്കയിൽ ധ്യാനിപ്പിച്ചപ്പോഴേ അവിടെ ഫിലാഡൽഫിയയിൽ അവിടെ ധ്യാനിപ്പിക്കാൻ എന്നെ വിളിച്ച അച്ഛൻ ഫിലിപ്പച്ചൻ, ലെനിനച്ഛൻ എന്നോട് ചോദിച്ചു, ഞാൻ പോരുന്നതിനൊരു ദിവസം ചോദിച്ചു, അച്ഛാ എപ്പോഴും ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കണം, കർത്താവിൻ്റെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറയും, കുർബാന അർപ്പിക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറയും, കുർബാന അർപ്പിക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറയും, കർത്താവിൻ്റെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആരുടെയെങ്കിലും ദൈവാനുഭവം വരുമ്പോൾ എൻ്റെ കണ്ണ് നിറയും, എനിക്ക് ഭയങ്കര ചമ്മൽ തോന്നണം അച്ഛാന്ന് പറഞ്ഞു. എന്നെ മാറ്റി മുറിയിൽ കൊണ്ടു വെച്ച് ചോദിച്ചതാണ്. ആത്മീയ കാര്യമായതുകൊണ്ട് നിങ്ങൾക്കും ഇത് ചിലപ്പോൾ ഗുണം ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയണത്. അപ്പോൾ എന്നോട് ചോദിച്ചാൽ അത് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛൻ അപ്പോൾ അച്ഛൻ CP വർക്കി അച്ഛൻ്റെ പുസ്തകം ഒന്ന് വായിക്കണം, ജീവൻ്റെ പ്രകാശം എന്ന് അതിൻ്റെ പേരെന്ന് ഞാൻ പറഞ്ഞു. CP വർക്കി അച്ഛൻ മരിച്ചുപോയി, നമ്മുടെ ഷാലോവിൻ്റെ അച്ഛനായിരുന്നു, ഷാലോവിൻ്റെ സ്പിരിച്വൽ ഫാദറായിരുന്നു, വലിയ അച്ഛനായിരുന്നു. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ജീവൻ്റെ പ്രകാശം. അതിൻ്റെ അകത്ത് ഒരു വാക്ക് മുഴുവനും കണ്ണീരിൻ്റെ വരങ്ങളെക്കുറിച്ച്, ദ ഗിഫ്റ്റ് ഓഫ് ടീയേഴ്സ്. ഇപ്പം ഞാൻ ഇവിടെ വന്നപ്പോൾ നമ്മുടെ സെക്ഷൻ ആൾക്കാർ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇപ്പം ഞാൻ ഇത് തമ്മിൽ ഇൻ്റർ കണക്റ്റഡാണ്. അച്ഛൻ പറഞ്ഞത് ഈ ആഴ്ചയിൽ, അതായത് ഏഞ്ചൽസ് താര എന്ന് പറഞ്ഞൊരു മോള് ഉടമ്പടി എടുത്ത്. ഇപ്പോൾ ഏഞ്ചൽ താരയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ MSc സ്റ്റുഡൻ്റാണ്, കെമിസ്ട്രി. പക്ഷേ അവളുടെ തീസിസ് എല്ലാം റിജക്റ്റ് ചെയ്യണം. അവിടെ ഈ ഗൈഡുമാരുടെ ഭാരം താങ്ങണം എന്തുമാത്രം ഈ മക്കളൊക്കെ ഉണ്ടെന്നറിയാമോ? ഈ ഗൈഡുമാരായിട്ടുള്ളവരോടൊന്ന് കേൾക്കണേ, നിങ്ങളുടെ താഴെ വർക്ക് ചെയ്യുന്നവരോട് കുറച്ച് കരുണ കാണിക്കണം. നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെയും സങ്കീർണമായ നിങ്ങളുടെ ഔന്നത്യം അവിടെ മേലെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി നോക്കിയിട്ട് കാര്യമില്ല. അവരുടെ ടെൻഷൻ, അവരാണെങ്കിൽ പ്രോജക്റ്റ് ചെയ്യുന്നവർ അനുഭവിക്കുന്ന ടെൻഷൻ നിസ്സാര ടെൻഷനല്ല. ഒത്തിരി പേര് അമ്മ ഉടമ്പടിയിൽ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, ഞാൻ ആ സാക്ഷ്യം കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ പ്രശ്നം വെച്ചാൽ എല്ലാം ക്യാൻസൽ ചെയ്ത് കളയും, എല്ലാം ഒരു ഡീപ്രമോട്ട് ചെയ്ത് കളയും, ഒരു പ്രോജക്റ്റും അംഗീകരിക്കത്തില്ല. ഇവർക്ക് ഭ്രാന്ത് പിടിച്ച്
എന്നാൽ ഇവൾ എബോവ് ആവറേജ് നല്ല എലഗൻറ്റ് സ്റ്റുഡൻ്റാണ്, നല്ല കോൺഫിഡൻസ് ഉള്ള ആളാണ്. പക്ഷേ ഇയാളുടെ അടുത്ത് തോറ്റു പോകണം. അപ്പോൾ അവൾ അവസാനം ജീവിതം അടിയറ വെച്ച് ഇപ്പോൾ ആരോ പറഞ്ഞ് ഉടമ്പടി എടുത്ത അമ്മ മാതാവ് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. ഉടനെ കൊച്ചു വന്ന് ഉടമ്പടി എടുത്ത്, ഈ ഏഞ്ചൽ താര വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നീട് ലൈഫ് ഉടമ്പടി ചില ആൾക്കാർക്ക് ഞാൻ ഷിക്കാഗോയിൽ ധ്യാനിപ്പിച്ചപ്പോൾ അവിടുത്തെ ഒരു അച്ഛൻ എന്നോട് പറഞ്ഞെന്നറിയാമോ, എൻ്റെ അച്ഛനീ നടത്തിയ ധ്യാനമില്ലേ, ഇതിൻ്റെ അകത്തൊരു 20 വെള്ളക്കാർ പങ്കെടുത്തിരുന്നെങ്കിൽ അമേരിക്ക നന്നായേനെന്ന്. ഞാൻ എന്താ അങ്ങനെ പറയണത്? അല്ല, അവർ ഉടമ്പടി അവർ ചെയ്തില്ല, പക്ഷേ അവർ വിശ്വസിക്കുന്ന കാര്യം കൃത്യമായിട്ട് ചെയ്തിരിക്കും. ഉടമ്പടിയുടെ ഈ കാര്യം എല്ലാം അവർ ചെയ്യും. നമുക്കിനി അങ്ങനൊന്ന് ചിന്തിക്കുക അച്ഛാന്ന് പറഞ്ഞിട്ട് പോയി. എന്നുവെച്ചാൽ ആ മലയാളികളെന്ന് പറയുമ്പോൾ പകുതി ചെയ്യും, ഈ ഞാൻ പറഞ്ഞു വവ്വാലി കടിച്ച പോലെ ഇരിക്കും, പകുതി കടിക്കും, താഴെ കളയും. ഉടമ്പടി ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഈ ഏഞ്ചൽ സിദ്ധാരയുടെ ഉടമ്പടി ഗുണമെന്ന് പറയണത് അവൾ ചെയ്യണ കാര്യങ്ങൾ പക്ക സീരിയസ് ആയിരിക്കും. അതാണ് ഒരു ഉടമ്പടി. അവൾ ആദ്യം എഴുതിയ എന്താണെന്നറിയാം, പരിശുദ്ധാത്മാവിന് നൽകണമെന്ന് എഴുതിയിരിക്കണം. ആദ്യം ഇത്രയും പ്രശ്നങ്ങളുണ്ട് കൊച്ചിന്, പക്ഷെ ആദ്യം എഴുതിയിരിക്കണം എന്താണ്, എനിക്ക് പരിശുദ്ധാത്മാവിനെ നൽകണം. അത് ആ സെക്കൻഡ്. ദൈവത്തിലേത് പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് അലോട്ട് ചെയ്യാൻ പ്രൊവിഷനുള്ള സംഭവത്തെ ആദ്യം വെച്ചാൽ കിട്ടാൻ എളുപ്പമാണ്. എന്താണ് ആദ്യം കിട്ടാൻ എളുപ്പമെന്ന് പറയും. ഇപ്പം നമ്മൾ പറയും ചിക്കൻ ബിരിയാണി കഴിക്കാൻ വേണ്ടി ചെല്ലാമെന്ന് പറഞ്ഞാൽ ആ ഹോട്ടലിൽ ചെന്ന് വെച്ചും നമ്മൾ ഹോട്ടലിൽ തിരക്കി നടക്കേണ്ടി വരും. കിട്ടണ കഴിക്കാമെന്ന് പറഞ്ഞ് ചെന്നാലാ അവർക്ക് ഫ്രൈഡ് റൈസും കഴിച്ചിട്ട് പോരാ, ഒരു കുഴപ്പമില്ല, അവിടെ ഉള്ള എന്താ കഴിക്കാം. അതുപോലെ ദൈവത്തിന് തരാൻ എളുപ്പം എന്താ, പരിശുദ്ധാത്മാവിനെയാണ്. കാര്യം പരിശുദ്ധാത്മാവിന് ഒരിക്കലും തരണയല്ല പ്രശ്നം, സ്വീകരിക്കണതിനാണ് പ്രശ്നം. മനസ്സിലായില്ലേ? പരിശുദ്ധാത്മാവ് സൗജന്യ ദാനമാണ്, പക്ഷെ തരണതല്ല പ്രശ്നം, താങ്ങത്തില്ല, അതാണ് പ്രശ്നം. നമ്മൾ ഈ ഉടമ്പടി മുഴുവൻ ചെയ്യണത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ. എന്താ കാര്യം? ഈശോ പറഞ്ഞത് എന്താണ്, ഈ ആത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് പറ്റത്തില്ലെന്ന് പറഞ്ഞില്ലേ, അതാണ് പ്രശ്നം. തരണതിനൊരു പ്രശ്നമില്ല, ഞാൻ എൻ്റെ പിതാവോട് ചോദിക്കുകയും എന്തെങ്കിലും നിങ്ങളുടെ വിചാരിക്കുക മറ്റൊരു ആശ്രയം അയച്ചു തരികയും ചെയ്യും, തന്നിട്ട് കാര്യമില്ല, പക്ഷേ നമുക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല. അതെന്താണ്? ആ വചനം എടുത്ത് ശ്രുതികട ഹല്ലേലൂയ 14:17 യോഹന്നാന്റെ സുവിശേഷം. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല. ഈ ലോകമാണ് ഈ പ്രോബ്ലം നിൽക്കുന്നത്. ഈ ലോകത്തെ ഹരിച്ചു കളയാൻ വേണ്ടിയാണ് നമ്മൾ ഉടമ്പടിയിൽ ഓരോ പൊസിഷൻ വെച്ചിരിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് ലോ ചെയ്യുമ്പോൾ നിങ്ങൾ വലിയ ഞാൻ തഹസിൽദാരാണ്, കളക്ടറാണ്, അതുകൊണ്ട് ഞാൻ ഉടമ്പടി എടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ പിന്നെ എടുക്കുന്നവരെന്ന് പറയണത്, പിന്നെ എടുക്കുന്നവർ അത് കരുതിക്കൂടി എടുക്കാം. കുറച്ച് പ്രാർത്ഥിക്കാം, 5-6 ദിവസം നല്ലോണം പ്രാർത്ഥിക്കാം, എന്തെങ്കിലും നടക്കുമെന്ന് നോക്കട്ടെ. അങ്ങനെ കുറേ പെരിച്ചാടികൾ ഉടമ്പെടുത്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് നോക്കാമെന്ന് പറഞ്ഞത് അങ്ങനെയല്ലേ സംഭവം. അത് ലോകാരൂപിയാണ്, അവരതൊന്നും ചെയ്യത്തുമില്ല. അതാണ് ഈശോ പറഞ്ഞത്. തരുന്നതിന് കുഴപ്പമില്ല, സ്വീകരിക്കാനാണ് കുഴപ്പം. സ്വീകരിക്കാൻ എന്താണ്, ഞാനെങ്ങനെ പത്രം കൊടുക്കണത്, അവരല്ലേ നമ്മളെ വിളിക്കുക, തന്തക്ക് വിളിക്കുക, അത് തോന്നിയ ദിവസം പറയുക. അപ്പം അവരെങ്ങനെയാണ് അത് ചെയ്യണത്? കഴിഞ്ഞ ദിവസം വിജയകുമാർ സാർ പറഞ്ഞു, ഞാൻ യൂത്തിൻ്റെ ഒരു സർക്കിൾ ഉണ്ടാക്കാൻ പോവുകയാണ്. എന്തിനാണ്? കൂട്ടത്തോടെ സുവിശേഷ വേല ചെയ്യാൻ. ഒറ്റക്ക് പോയി കഴിഞ്ഞാൽ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അവർക്ക് മനസ്സുമെടുക്കും. ഞാനൊന്നും മിണ്ടില്ല, അങ്ങനെ പുള്ളിക്ക് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ കൃപാസനത്തിൽ എന്താണ്, ഒറ്റക്ക് പോകണം. തന്തയ്ക്ക് വിളി കേട്ടാലും ഒറ്റക്ക് പോകണം. എന്താ കാര്യം? നിൻ്റെ കൂടെ മാതാവുണ്ടെന്നുള്ള ബോധ്യം. സഞ്ചാരി മാതാവല്ലേ അല്ലേ? അല്ല കൂട്ടം കൂടി ആയിട്ടാണ് പോണത്? അല്ല, ഒറ്റക്ക് പോകണം. കർത്താവിൻ്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ ആശ്രയിച്ച് അയക്കുന്നു. അപ്പോൾ അപ്പോഴാണ് ദൈവത്തിൻ്റെ ഇവാഞ്ചലിസ്റ്റ് പ്രേക്ഷിതനായി പോണത്. അല്ല, ഇത് പാർട്ടി പ്രവർത്തനമല്ലല്ലോ, കൂട്ടക്കൂടി പോയി വട്ടുപിടിക്കുകയല്ല. അപ്പം അത് ഒരാൾ പോകുമ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ നിങ്ങളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ എന്താണ് തരണത്? തന്നത് ഭക്ഷിക്കാൻ പറയും. ചിലപ്പോൾ അവർ നമ്മളെ തന്തക്ക് വിളിക്കും, ഇത് ഭ്രാന്താണ് നിങ്ങൾക്ക്, ഇതൊക്കെ പറ്റിപ്പും കൊണ്ട് അടയ്ക്കണമെന്ന് ചോദിക്കും. അതായത് അപ്പം ഒരു വീട്ടിൽ ചെന്ന് കിട്ടണ ഭക്ഷിക്കാനല്ലേ പറയണത്. അല്ല, ഇത് ഞാൻ എടുക്കത്തില്ല, വേറെ തരാൻ പറയുക, ആരും പറയത്തില്ല. അപ്പം കർത്താവിൻ്റെ നാമത്തിലാണ് നമ്മൾ പോണത്. അപ്പം അങ്ങനെ വരുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്നിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും.
പിന്നെ നീ നേടിയതെല്ലാം എന്താണ്? നിനക്ക് ദൈവം തന്ന ദാനമാണ്. ആ ദൈവം തന്ന ദാനമാണ്. അപ്പം പരിശുദ്ധാത്മാവ് കിട്ടുമ്പോൾ ചില സമയത്തൊരു കാലാവസ്ഥ ചേഞ്ചിങ് ഉണ്ടാവും. അത് കുഴപ്പമില്ല. ദൈവസ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവും. അതിനകത്ത് അക്കത്തിലുള്ള സംഭവങ്ങളിൽ നമുക്ക് സന്തോഷം ഉണ്ടാകും. അപ്പം അത് പരിശുദ്ധാത്മാവാണ്. ആ സന്തോഷം കൊണ്ടാണ് അതിൽ എപ്പിച്ചു പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആഹ്ലാദിച്ച് ഉല്ലസിക്കുവാൻ സ്വർഗത്തിൽ നിങ്ങൾക്കുള്ള പ്രതിഫലം വലുതായിരിക്കുന്നു. ആഹ്ലാദം ഉണ്ടാകുന്ന സംഭവം അതാണ്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം, അതായത് ഇങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ദാനം എന്ന് പറയുന്നത് ഈ ഗിഫ്റ്റ് ഓഫ് ടിയേഴ്സാണ്. ഗിഫ്റ്റ് ഓഫ് ടിയേഴ്സ് എന്ന് വെച്ചാൽ കർത്താവിനെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ കണ്ണ് നിറയാൻ തുടങ്ങും. വചനം വായിക്കാൻ തുടങ്ങി കണ്ണ് നിറയാൻ തുടങ്ങും. പിന്നെ നീ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ് 24 hours എന്ന് സത്യസന്ധമായിട്ട് ഉടമ്പടി ചെയ്യുമ്പോൾ കണ്ണുനീര് പലർക്കും ഉണ്ടാകുന്നുണ്ട്. അവർക്ക് അറിയത്തില്ല എന്താ കണ്ണീരുണ്ടാകണമെന്ന് അറിയത്തില്ല. അതാണ് സംഭവം. ആ അച്ഛൻ പറഞ്ഞില്ലേ എനിക്ക് ചമ്മൽ പോലെ തോന്നണമെന്ന്. അതല്ല സംഭവം. ദൈവികമായ കാര്യങ്ങളെ കേൾക്കുമ്പോഴും പറയുമ്പോഴും കണ്ണ് നിറഞ്ഞുകൊണ്ടിരിക്കും ദൈവസ്നേഹത്തിൽ. അതായത് അത് ഏത് വിഷയത്തിലായാലും ബൈബിളിൽ കണ്ണീരിനെ കുറിച്ച് ഒത്തിരി പറയും. നിന്റെ കണ്ണീരില്ല ഞാൻ കുപ്പി ശേഖരിക്കും. എന്താ കാര്യം? ആത്മഭാരത്തോടെ കരയണതാ. ദൈവത്തിന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ അകത്ത് കയറി ദൈവസ്നേഹത്തോടെ ചെയ്യുമ്പോഴാണ്, ദൈവത്തിൽ ആശ്രയിച്ച് ചെയ്യുമ്പോൾ ദൈവസ്നേഹത്തിൽ ഔട്ട് ബേസ്റ്റായി പോകും ആൾക്കാർ. അപ്പം അതുകൊണ്ടാണ് ഈ അങ്ങനെ ഔട്ട് ബേസ്റ്റായിട്ട് ചെയ്യുന്ന സംഭവങ്ങളെ ഞാൻ കുപ്പി ശേഖരിക്കും. അപ്പോൾ 56 പറയത്തില്ലേ? പിന്നെ അതുപോലെ കണ്ണീരോടെ വിതക്കുന്നു എന്നൊക്കെ പറയത്തില്ലേ? ഇപ്പം 126:7 പറയത്തില്ല. എന്താ പറയണത്? അവർ കണ്ണീരോടെ വിതക്കുന്നു, ജയഘോഷത്തോടെ കൊയ്തുകൊണ്ട് വരുന്നെന്ന്. ഇപ്പം കണ്ണീരിൽ വിതക്കുമ്പോൾ ഓർക്കുക, ആത്മാവിലാണ് അഭിഷേകത്തിൽ ആ സംഭവം ചെയ്യണത്. അപ്പം അതിന് ഇവളുടെ ഫലം എന്ന് പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഉടമ്പടി ചെയ്ത് കഴിഞ്ഞ് പിന്നീട് ആ പണ്ടുണ്ടായിരുന്ന തീസിസ് റെക്കോർഡ് അതുപോലെ തന്നെ കൊണ്ടേ കൊടുത്തപ്പോഴും പിന്നെ എക്സലൻ്റ് ഇയാളെ മാറ്റിക്കളഞ്ഞ ദൈവം. ആ ആളെ ആ അങ്ങേരുടെ മാസ്റ്റർ ഗൈഡിനെ മാറ്റിക്കളഞ്ഞ് മനസ്സ്. അയാളെ മാറ്റിയില്ല, പക്ഷെ അയാളുടെ മനസ്സ് മാറ്റി. എന്താണ്? ഇവൾ പണ്ട് കാണിച്ച് തെറ്റ് വാങ്ങിച്ചിട്ടുള്ള സാധനം തന്നെയാണ് ഇപ്പം പുള്ളിയെ കൂടെ കാണിക്കുമ്പോൾ എല്ലാം ഗുഡ് എക്സലൻ്റ് എന്ന് പറഞ്ഞ് കൊടുക്കണം. ആളെ മാറ്റും. ദൈവത്തിന് ഒരു സമയം മതി. അതാണ് പരിശുദ്ധാത്മാവിനെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഉടമ്പടി പുതുക്കിയ ആൾക്കാർ ഇനി പരിശുദ്ധാത്മാവിന് വളരാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് എൻ്റെ അർത്ഥം. അതുപോലെ തന്നെ ഒരു സാക്ഷ്യമാണ് നമ്മൾ ഈ പ്രാവശ്യം കേട്ടത്. അതായത് അനിലയുടെ സാക്ഷ്യം. അനിലയുടെ മകൾക്ക് 4ാം ക്ലാസ്സിൽ പെങ്കൊച്ചാണ്. 4ാം ക്ലാസ്സിൽ ഒരു വയറുവേദന ഉണ്ടായി. കൊണ്ടുപോയി ആശുപത്രി കാണിച്ച് സ്കാൻ ചെയ്തു. ആ സ്കാൻ വീട്ടിൽ വെച്ചു. 14ാം വയസ്സിലും വയറുവേദന ഉണ്ടായി അതുപോലെ തന്നെ. അപ്പോൾ അതിന് സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞ്, നിങ്ങൾ പണ്ട് ഡോക്ടർ ആദ്യം സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടറൊന്നും പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. ഡോക്ടറൊന്നും പറഞ്ഞില്ല, മരുന്ന് തീർന്നു എന്ന് പറഞ്ഞ്. എന്നാൽ ആ സ്കാനിങ് റിപ്പോർട്ട് ഉണ്ടോ കയ്യിൽ? അതുണ്ടെന്ന് പറഞ്ഞ്. അത് വായിച്ചപ്പോൾ എന്താ സമയം അതിൻ്റെ അകത്ത് എതിരുണ്ട് ഈ കൊച്ചു യൂട്രസ് ഇല്ലെന്ന്, ഗർഭപാത്രം ഇല്ലെന്ന് അന്ന് എഴുതി വെച്ചിട്ടുണ്ട് ആ സ്കാൻ റിപ്പോർട്ടിൽ. അത് പിന്നെ അന്നത്തെ ഡോക്ടർമാർ വിചാരിച്ച് വളരുമ്പോൾ ശരിയാവുമെന്ന്. 14ാം വയസ്സിൽ ഇപ്പം സ്കാൻ ചെയ്തപ്പോൾ യൂട്രസ് ഇല്ല. ആ പെങ്കൊച്ചിൻ്റെ അമ്മ തകർന്നു പോയി. അവൾ ഉടമ്പടി എടുത്ത് കണ്ണീരോടെ അമ്മയുടെ മുമ്പിൽ, അമ്മേ എൻ്റെ പെങ്കൊച്ചിൻ്റെ ഭാവിയില്ല. അപ്പോഴ് ഡോക്ടർ പറഞ്ഞ്, അപ്പോൾ ഇതിൽ ഇവൾ ഉടമ്പടി എടുത്തേച്ച് ഉടമ്പടി തൈലം എടുത്തിട്ട് ആ പൊക്കിളിൻ്റെ താഴെ ഗർഭപാത്രം നേരെ ഒരു കുരിശ് വരച്ച്, അമ്മ ഇല്ലെങ്കിൽ ഉണ്ടാക്കി തരണം, എനിക്ക് അമ്മയിലാണ് വിശ്വാസം എന്ന് പറഞ്ഞു. പിന്നെ MRI എടുക്കുമ്പോൾ ആ വയസ്സിൻ്റെ ഗർഭപാത്രം അവിടെ അമ്മ വെച്ച് കൊടുക്കും. പരിശുദ്ധ പരമമാ പരിശുദ്ധ പരമമാ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നും അങ്ങേക്ക് ആരാധന.